രവിയുമായിട്ട് എനിക്ക് അത് 80കളുടെ തുടക്കം മുതൽക്ക് ഉള്ള പരിചയമാണുള്ളത്. അതായത് തൃശ്ശൂര് ആ, പ്രേരണ മാഗസിന്റെ എഡിറ്റർ ചുമതലയുമായിട്ട് ഞാൻ താമസിക്കുന്ന കാലത്ത്, അന്ന് തൃശ്ശൂരിനടുത്തുള്ള ചിയാരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ, ഒരു ക്വാർട്ടേഴ്സിൽ, മുനിസിപ്പൽ ക്വാർട്ടേഴ്സിലാണ് ഞാനും സാവിത്രിയും താമസിച്ചത്. ആ ക്വാർട്ടേഴ്സ് തന്നെ ആയിരുന്നു ഒരർത്ഥത്തിൽ അന്ന് സാംസ്കാരിക വേദിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലെ പ്രവർത്തിച്ചിരുന്നത്. എന്നാലും അവിടെ സാംസ്കാരിക വേദിയുടെ മാത്രമല്ല, പാർട്ടി സഹാക്കളൊക്കെ എപ്പോഴും വരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. വരികയും താമസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിലാണ് രവി ഈ ചിയാരത്തെ ക്വാർട്ടേഴ്സിൽ വരുന്നതും ഞങ്ങൾ പരിചയപ്പെടുന്നതും. അപ്പോ പല ദിവസങ്ങളിലും രവി ഈ ക്വാർട്ടേഴ്സിൽ ഞങ്ങളോടൊപ്പം താമസിക്കുമായിരുന്നു. അപ്പോൾ വളരെ വൈകുന്നത് വരെ രാത്രിയിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അന്ന് ഈ രാഷ്ട്രീയവും തത്വശാസ്ത്രവും സാഹിത്യവും ഒക്കെ ഞങ്ങളുടെ സംഭാഷണ വിഷയം ആകുമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞത് മുതൽക്ക് എൻ്റെ മനസ്സിൽ ഇന്ന് വരെ ഉള്ള അവശേഷിക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഒട്ടും അഹന്തയില്ലാത്ത ഒരു മനുഷ്യൻ. ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് അത്ര കണ്ട് അങ്ങനെ മനുഷ്യനായിത്തീരുക എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള അപകർഷതാബോധവുമില്ല. അപകർഷതാബോധത്തിൽ നിന്നാണ് പലപ്പോഴും ഈ അഹന്തയൊക്കെ ഉണ്ടാവുന്നത്. അതൊന്നുമില്ലാതെ, അങ്ങനെ സ്വാർത്ഥമില്ലാതെ വളരെ തെളിഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അപ്പൊ അതിനോട് എനിക്ക്, അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തോട് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അടുപ്പമാണ് വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളത്. സുരേന്ദ്ര ബാബുവിന്റെ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ പ്രഭാഷണം ഞാൻ നടത്തുകയുണ്ടായല്ലോ. അപ്പൊ ആ അനുസ്മരണ പ്രഭാഷണം രവി അതിന്റെ റെക്കോർഡ് ചെയ്ത വെർഷൻ കേട്ടിട്ട് എൻ്റെ ചില സുഹൃത്തുക്കളോട് അദ്ദേഹം സംസാരിക്കുകയും അത് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതിനുള്ള ഏർപ്പാട് അവർ ചെയ്യുകയും ചെയ്തു. വാസ്തവത്തിൽ ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഒരു പ്രഭാഷണമായിട്ട് ഞാനതങ്ങനെ പ്രിന്റ് ചെയ്യത്തക്ക വിധത്തിൽ അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചിരുന്നില്ല. ഇപ്പൊ രവി അത് ഇങ്ങനെ ഈ സുഹൃത്തിനോട് അതിനെപ്പറ്റി സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അത് ലേഖനത്തെ സംബന്ധിക്കുന്നതല്ല, കാരണം രവിയുടെ നമ്മളുടെ ഇടയിലുള്ള ഒരു സാന്നിധ്യം, അപ്പൊ അദ്ദേഹം നല്ലപോലെ ഒരു അലർട്ടായിരിക്കുന്നതിന്റെ, ആരോഗ്യവാനായിരിക്കുന്നതിന്റെ പ്രതീതിയാണ് എനിക്ക് അതുമൂലം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ധാരണയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ വാർത്ത കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ഞെട്ടലോടുകൂടി മാത്രമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. രവിയെ ഞാൻ കാണണമെന്ന് വിചാരിച്ചിരുന്നു. ബാബുവിന്റെ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് സതീശനും മറ്റുമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹത്തെ അവിടെ ആലപ്പുഴ പോയി തന്നെ കാണണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ ഒന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അത്രത്തോളം അദ്ദേഹം ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന്റെ ഒരു ക്ലേശം ഈ സന്ദർഭത്തിലുണ്ട്. നിങ്ങളോടൊപ്പം, എല്ലാവരോടും ഒപ്പം ആ സുഹൃത്തിന്റെ ഓർമ്മകൾ ഞാൻ പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ച് രവിയുടെ കുടുംബത്തോടൊപ്പം, മക്കളോടൊപ്പം, അവരുടെ എല്ലാം ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. രവിചേട്ടനുമായിട്ട് വളരെ വ്യക്തിപരമായ സൗഹൃദവും ബന്ധവുമാണ് എനിക്കുണ്ടായിരുന്നത്. വളരെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാളാണ് രവിചേട്ടൻ. കൊച്ചമാവിൻ്റെ, ബാബുവിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഈ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളെയും ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വന്നു പോകുന്ന ആളുകളായിട്ടാണ്. അങ്ങനൊരു ബന്ധമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളുമായിട്ടും എനിക്കുള്ളത്. അതിൽ രവിചേട്ടൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും തരത്തിലുള്ളൊരു ചർച്ചകളോ ആശയ സംവാദങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അത്തരമൊരു ബന്ധമേ ആയിരുന്നില്ല പിന്നെ രവിചേട്ടനുമായിട്ടുണ്ടായിരുന്നത്. രവിചേട്ടനുമായിട്ടൊരു കുടുംബ ബന്ധമാണ് യഥാർത്ഥത്തിലുണ്ടായിരുന്നത്. അതിപ്പോൾ നേരത്തെ വിജയൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ബാബുവുമായിട്ട് വലിയ അടുപ്പം രവിചേട്ടനുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഞങ്ങളുമായിട്ടും അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് രവിചേട്ടൻ ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് പലപ്പോഴും രവിച്ചേട്ടനും ഞാനുമൊക്കെ ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളാണ്. ഏതെങ്കിലും ചർച്ചയുടെ വേളകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ വേദിയിലോ ഒന്നുമായിരുന്നില്ല ഞങ്ങളുടെ കണ്ടുമുട്ടലുകൾ പോലും. ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞ് ഞാനൊക്കെ തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ച് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഈ രവിച്ചേട്ടൻ്റെ കടയായിരുന്നു നമ്മുടെയൊക്കെ ഒരു സങ്കേതം. അവിടെ വന്നിരിക്കുക, അവിടെ നിന്ന് വർത്തമാനങ്ങൾ പറയുക. അപ്പോൾ അത് തികച്ചും സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമാണ് രവിച്ചേട്ടനുമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു നല്ല രവിച്ചേട്ടൻ ഓർമ്മ എന്ന് പറയാൻ പറ്റുന്നത്, ഞാൻ ഡൽഹിയിൽ കുറച്ചു കാലം ജോലി ചെയ്ത സമയത്ത് രവിച്ചേട്ടന് ഡൽഹിയിലേക്ക് വരണമെന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ അത് ഡൽഹിയിൽ വരികയും ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് യാത്രകൾ നടത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും താജ്മഹലിലേക്ക് പോവുക, കുത്തബ് മീനാർ കാണുക, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു രവിച്ചേട്ടനുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ദിവസം അവധി എടുത്തിട്ട് ഒരു 3-4 ദിവസം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ആ യാത്രയും ഈ പറയുന്ന കണക്ക് തമാശകളുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമാണ് രവിച്ചേട്ടനുമായിട്ട് എനിക്കുണ്ടായിരുന്നത്. ആ ബന്ധം നല്ല സമാധാനപൂർണ്ണമായ ബന്ധമായിരുന്നു. നേരത്തെ പിന്നെ മറ്റു പല ആളുകളുമായിട്ടും ഈ പറയുന്ന തർക്കങ്ങളും ആശയപരമായ ഏറ്റുമുട്ടലുകളും ഒക്കെ നടന്നിട്ടുണ്ടാകാം. രവിച്ചേട്ടനുമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഒരു സൗഹൃദാന്തരീക്ഷത്തിലാണ് എപ്പോഴും ഞങ്ങളൊക്കെ തമ്മിൽ കണ്ടുമുട്ടുകയും പിരിയുകയും ചെയ്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ വളരെ വ്യക്തിപരമായ ഒരു നഷ്ടമാണ് രവിച്ചേട്ടനുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത്. നല്ല ഒരു ഒരു സഹോദരതുല്യമായ ബന്ധം, സഹോദരതുല്യമല്ല, ഏതാണ്ട് കൊച്ചമ്മാവനോടൊപ്പം തന്നെ നിൽക്കുന്ന ബഹുമാനം കൂടി കലർന്ന ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ. ഒരു കുടുംബാംഗമായിരുന്നു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം രവിച്ചേട്ടൻ എന്ന് പറയുന്നത്. കുടുംബാംഗമായിരുന്നു എന്നല്ല, കുടുംബാംഗമാണ്. അത്രയും സ്വാതന്ത്ര്യത്തോടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരാളാണ് രവിച്ചേട്ടൻ. എൻ്റെയും എൻ്റെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ നിര്യാണത്തിൽ വലിയ ദുഃഖമുണ്ട്. അത് മാത്രം ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. കോട്ടയത്ത് വന്ന് ഏതായാലും ആലപ്പുഴ മീറ്റിംഗ് വിളിച്ചു. ഞാൻ TN ജോയിയോട് സംസാരിച്ചതിന് ശേഷം ആലപ്പുഴ എത്തി. ഒരു 8-10 ചെറുപ്പക്കാർ, സുരേന്ദ്രബാബു കണ്ടത്, പിന്നെ മറ്റേ അലക്സാണ്ടർ, എനിക്ക് പേരില്ലാതെ ഓർമ്മയില്ല, ചെറുപ്പക്കാർ മുഴുവൻ വളരെ സജീവമായിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ അവസാനം തീരുമാനിച്ചേക്കുന്നത് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പിന്നെ കമ്മിറ്റി ഉണ്ടാക്കുന്ന കാര്യം ചർച്ച ചെയ്തു. അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ വരും. അതിനുശേഷം ഇടയ്ക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കുമ്പളാഴ്ച കഴിയുമ്പോഴത്തേക്ക് കുട്ടികൃഷ്ണ അറസ്റ്റായി. കുട്ടികൃഷ്ണനായിരുന്നു ആലപ്പുഴ ചാർജ്. അപ്പോൾ എനിക്ക് ആലപ്പുഴ ചാർജ് കൂടെ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മാരാരിക്കുളമൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ. പിന്നെ കുന്നന്താനത്ത് ഞാൻ പങ്കെടുത്തിരുന്നില്ല. ഇതിലും അതുമായിട്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റും മറ്റു കാര്യങ്ങളും. പിന്നീട് അറസ്റ്റായി. അതിന് മുമ്പ് അതിനൊരു ജോബ് മാർച്ച് ഞാൻ എഴുതിയിരുന്നു. പിന്നീട് ജയിലിൽ വെച്ചാണ്. ജയിലാകുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ജയിലാകുമ്പോഴത്തേക്കും കോടതി കേസുകൾ ആരംഭിക്കുന്നു. ആലപ്പുഴ സഹാക്കളുടെ വീട്ടുകാരെല്ലാം കോടതിയിൽ വലിയ ഉത്സവമായിരുന്നു. അതങ്ങനെ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധമായി. അതിൻ്റെക്ക് 79-28 കോമഡറക്കാൻ വേണ്ടി ഞാൻ ജാമ്യത്തിലിറങ്ങി. അപ്പോൾ എനിക്കൊരു അഡീഷണൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ജയിലുള്ള സഹാക്കളുടെ വീട്ടിൽ പോവുക, അവരെ കാണുക. ഞാൻ രവിയുടെ വീട്ടിലും പോകും, കാണും. ഞാൻ ആലപ്പുഴ എല്ലാവരെയും വീട്ടിൽ. പിന്നീട് 80 ഞാൻ കേരളത്തിൽ പുറത്തേക്ക് പോകുന്നു. അതോടുകൂടി എനിക്ക് ഞാൻ രവിയായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറഞ്ഞു. പിന്നെ ബന്ധങ്ങള് പാർട്ടി ബന്ധങ്ങളൊക്കെ പോയി മാറി പല കാര്യം സംഭവിച്ചു. അന്ന് അഭിപ്രായങ്ങൾ ഐക്യത്തെക്കാൾ വലിയ അഭിപ്രായം ഭിന്നതയായിരുന്നു കൂടുതൽ. ഭിന്നത കൂടുതലായിരുന്നു. ചിത്രശ്വാസങ്ങളുടെ കൂടുതലായിരുന്നു. അങ്ങനെ ചിത്രമായി. അവസാനം ഞാൻ 2023 തിരുവനന്തപുരത്ത് കുറച്ച് താമസിച്ചു മാസങ്ങൾ. അപ്പോഴ് ഭാഷാ ഭൂഷന്റെ ഒരു ക്യാമറാമാൻ വന്നിരുന്നു. അയാളാണ് രവിയുടെ ബന്ധം പറയുന്നു. രവിയുടെ നമ്മുടെ ബന്ധം ഞാൻ രവിയെ വിളിച്ചു. പുസ്തകം വേണമെന്ന് ഞാൻ അയച്ചു. പിന്നെ പുസ്തകത്തിന്റെ അഭിപ്രായം പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നീട് കേട്ടില്ല. അപ്പോഴാണ് ഈ വിയോഗത്തിന്റെ പേര് അറിയുന്നത്. വളരെ ദീർഘമായ ഒരുപാട് കാലം, പ്രത്യേകിച്ചും 73-80 വരെ ഒന്നിച്ച് പല ഘടകങ്ങളിൽ നിന്നപ്പോൾ ആ അനുഭവങ്ങൾ രവി പോലെ സഹകളൊക്കെ നേരിട്ട് പോകുമ്പോഴത്തേക്കും വളർന്നുകൊണ്ട് ഇന്ന് പ്രസ്ഥാനം, ഞാൻ പറഞ്ഞത് പ്രസ്ഥാനം CPM എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഫാസിസത്തിന്റെ പുതിയ രൂപങ്ങൾ ലോകങ്ങളും പിടികൊടുക്കുകയാണ്. നമുക്ക് പുറകോട്ടടിയായപ്പോഴത്തേക്കും ശത്രു തൽക്കാലത്തേക്കും വിജയിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തില് കൂടുതൽ ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും വെല്ലുവിളി നേടുന്നതിനും നമുക്കൊക്കെ ചങ്കൂറ്റുണ്ടാകാം. ആ ചങ്കൂറ്റ് നമുക്ക് കാണിക്കാൻ കഴിയുമായിരുന്ന സഹാവാണ് രവി. രവിയുടെ നഷ്ടത്തെ ഞാൻ ദുഃഖിക്കുന്നു.
1978 കായണ്ണ കേസ് വിട്ടതിന് ശേഷം പുറത്തു വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് രവിയെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ രവി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആലപ്പുഴ വെച്ചിട്ടാണ് ഞങ്ങൾ രവിയുടെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നു. പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് എങ്ങനെയാണ് തുടർന്ന് ആലപ്പുഴയിൽ എന്ത് ചെയ്യാൻ പറ്റും അതിലുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത്. അന്ന് മുതൽ ആരംഭിച്ച ഒരു സൗഹാർദ്ദം അവസാനം വരെ നിലനിന്നിട്ടുണ്ട്. 2-3 വർഷങ്ങൾക്ക് ശേഷം പാർട്ടികൾ പിളർപ്പുണ്ടായി, രവി മറ്റൊരു വഴിക്ക് പോയി. അതിനുശേഷം പല രാഷ്ട്രീയ നിലപാടുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സൗഹാർദ്ദം അതിലൂടെയൊക്കെ തന്നെ തുടർന്നിട്ടുമുണ്ട്. ആലപ്പുഴയിൽ പോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ രവിയെ പോയി കാണാറുണ്ട്, സമയം അവിടെ ചെലവഴിക്കാറുണ്ട്. രവിയുടെ തറവാട്ടിൽ വീട്ടിലും പിന്നെ പുതിയ വീട്ടിലും പല കാര്യങ്ങളെക്കുറിച്ചും, രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച്, സമകാലീന വിഷയങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ പുതിയ സാംസ്കാരിക നിലപാടുകൾ, സംഭവങ്ങൾ, അങ്ങനെയുള്ള പല വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ ഓരോരുത്തരെടുത്തേക്കണം, രാഷ്ട്രീയ നിലപാടുകളും അതിൻ്റെ പ്രയോഗവും അനുഭവവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ തുടക്കം മുതൽ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ തന്നെ കടന്നു പോകുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഞാൻ ഓർത്തു വയ്ക്കുന്നൊരു കാര്യം രവിയെക്കുറിച്ച്, രവിയുടെ ഏതൊരു സാഹചര്യത്തെയും, ഏതൊരു പ്രശ്നത്തെയും, ഏതൊരു അഭിപ്രായത്തെയും വളരെ തുറന്ന മനസ്സോടുകൂടി പ്രസന്നനായിട്ട് കേട്ടിരിക്കാനും പ്രതികരിക്കാനുമുള്ളൊരു ശേഷിയാണ്. എന്നും സന്തോഷവാനായിട്ട് ഞാൻ രവിയെ കണ്ടിട്ടുണ്ട്. ആ സന്തോഷം പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ട് രവി കുറച്ച് എന്താ പറയുക, മങ്ങിയ മട്ടിലായിരുന്നു. ആരോഗ്യപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് താനൊരു ഭാരമായി മാറുകയാണ് എന്നുള്ള തോന്നലാണ് രവിയെ വല്ലാതെ അലട്ടിയത്. അങ്ങനെ എല്ലാ വിഷയത്തെ കാണണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, മറ്റു പലരും സംസാരിച്ചിട്ടുണ്ടാകാവുന്നത് പോലെ. പക്ഷെ അങ്ങനെ ആ അവസ്ഥയിൽ പോലും രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും ആനുകാലിക സംഭവവികാസങ്ങളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ച്, എൻ്റെ പുതിയ പുസ്തകത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവം അഭിപ്രായങ്ങൾ പറയുകയും അന്വേഷിക്കുകയും മറ്റൊക്കെ രവി ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ കോപ്പി വേണമെന്ന് ആവശ്യപ്പെട്ട് ഞാനത് വന്നുടനെ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പടത്തിലുള്ള രവിയാണ് എൻ്റെ ഓർമ്മയിലുള്ള രവി. സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രസന്നനായി എന്തിനേയും നേരിടാൻ സന്നദ്ധനായിട്ടുള്ള രവി. ആ രവി എന്നും എൻ്റെ ഓർമ്മയിലുണ്ടാകും, നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. 75-76 കാലഘട്ടത്തിലാണ് ശശി രവിയുമായിട്ട് ആദ്യം ഇവിടെ എത്തുന്നത്. അന്ന് മുതൽ എനിക്ക് നന്നായി രവിയെ അറിയാം. 76-ലാണ് രവി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിനു മുന്നേ മാരാരിക്കുളം ആക്രമണം, ആലപ്പുഴ സൊസൈറ്റി ആക്രമണം, ഇതെല്ലാം നടന്നതിന് ശേഷമാണ് രവി അറസ്റ്റ് വരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ശശി പറഞ്ഞ് മാത്രമാണ്, മറ്റ് സഖാക്കളും പറഞ്ഞ് മാത്രമാണ് ഞങ്ങൾക്ക് വിവരങ്ങളൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും അറിഞ്ഞ വിവരങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ ഒരു വിവരമാണ് സുരേന്ദ്ര ബാബുവിൻ്റെ പുസ്തകം വായിച്ചതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം രവി പങ്കെടുത്ത ഓരോന്നിലും രവി കാണിച്ചിട്ടുള്ള തൻ്റെ ഇടവും ആത്മവിശ്വാസവും എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാകില്ല. അതിനെ ആ പുസ്തകം വായിച്ചു തന്നെ മനസ്സിലാക്കണം. കാരണം ആ പുസ്തകം വന്നതിന് ശേഷം രവിക്കത് വായിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. കാരണം രവി തീരെ വയ്യാതായിപ്പോയി. പക്ഷേ എങ്കിലും ഞാൻ ആ പുസ്തകം വായിച്ചതിന് ശേഷം രവിയോട് വിശദമായ വിവരങ്ങളെല്ലാം രവിയോട് ഞാൻ പറയുകയും, എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്ത് പൊക്കലെ മണിയൻ ആ പുസ്തകം വായിച്ചതിന് ശേഷം ഇവിടെ വന്ന് കാണിച്ച സന്തോഷവും, ഇത്ര വലിയ ആളാണോ രവി എന്നുള്ള ആ ചോദ്യവും എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകുകയില്ല. അതിനു മുന്നേ രവിയുടെ ബാബുവിൻ്റെയൊക്കെ അനുഭവിച്ച പീഡനങ്ങളെല്ലാം തന്നെ നമ്മൾക്കറിയാമെങ്കിലും ഇതിനകത്തൂടെ വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അത് രവി അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ടായിരുന്നു. രവി സുഖമില്ലാതെ കിടന്ന സമയത്തൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ രവിയെ വിളിക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമായിരുന്നു, വിവരങ്ങളെല്ലാം പറയുമെങ്കിലും
പുസ്തകത്തിൻ്റെ അഭിപ്രായങ്ങളൊന്നും രവിയോട് പറഞ്ഞിരുന്നില്ല. രാവിലെ രവിക്ക് വായിക്കാൻ പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ രവിയെ വിളിച്ചെല്ലും മരിക്കുന്നതിൻ്റെ 2 ദിവസത്തിന് മുന്നേ ഞാൻ പുസ്തകത്തെ പറ്റിയും ഉള്ള വിവരങ്ങളെല്ലാം സംസാരിച്ചു. പോക്കലെ മണിയൻ പറഞ്ഞ ആ വാക്കുകളെല്ലാം രവിയോട് ആ വിവരങ്ങൾ പറയാൻ പറ്റുകയും മനോഹരി ഞാൻ ഇത്ര വലിയ ആളാണോ എന്ന് ചോദിച്ച് ചിരിക്കുകയും കൂടെ ചെയ്തപ്പോൾ ആ ചിരി എന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ അത് കഴിഞ്ഞ് അവിടെ ചെന്ന സമയത്ത് രവി ചെറിയ മയക്കത്തിലായിരുന്നു. കാരണം സോഡിയം കുറഞ്ഞതിൻ്റെ ചെറിയ മയക്കം ഉണ്ടായിരുന്നു. എന്നിൽ തന്നെയും എന്നെ കണ്ട ഉടനെ തന്നെ പറഞ്ഞ്, മനോഹരി ഞാൻ വലിയൊരു ചർച്ചയ്ക്ക് ശേഷം വന്നതാണ്. കാരണം ഞങ്ങൾ പാർട്ടിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു, വലിയൊരു കെട്ടിടത്തിലായിരുന്നു. പക്ഷേ ഞാൻ ഉണർന്നപ്പോൾ ഇവിടെ കിടക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പം രവിയുടെ ഭാര്യ രതി ഒരു തമാശ രൂപേണ ഒരു വാക്ക് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കിടന്നതും ജയിലിൽ കിടന്നതും മറ്റുള്ള സഖാക്കളെ മുഴുവനും ഓർമ്മയുണ്ട്, പക്ഷേ കല്യാണം കഴിച്ചത് മാത്രം ഓർമ്മയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തത്. അത്രയ്ക്ക് പോലും മുൻതൂക്കം പാർട്ടിക്ക് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് കളരിക്കൽ രവീന്ദ്രൻ. ഇത് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല. കാരണം ആ പുസ്തകം വായിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അത് ഞാൻ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് നിർത്തട്ടെ. രവിചേട്ടനെ പോയി ML പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുക, എന്നാൽ സജീവമായി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരിടമായിരുന്നു രവിചേട്ടന്റെ വീട്. അപ്പോൾ എപ്പോഴും ആലപ്പുഴ പോകുമ്പോൾ അവിടെ പോകാനുള്ളൊരു പ്രചോദനം ഉണ്ടായിരുന്നു. ദീർഘകാലം അങ്ങനെ അതിനുശേഷമുള്ള പീരീഡിൽ രവിചേട്ടന്റെ വീട്ടിൽ സ്ഥിരം പോവുകയും ദീർഘമായി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ML മൂവ്മെന്റിന്റെ തീവ്രത കഴിഞ്ഞ ഒരു പീരീഡിലാണ് ഞാനൊക്കെ അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ തീവ്രമായ കാര്യങ്ങൾ ഇവിടെ പലരും പറയുമ്പോഴും പിന്നീട് വായിച്ചു മാത്രമാണ് മനസ്സിലാക്കുന്നത്. രവിചേട്ടൻ പക്ഷെ ഒരിക്കലും അത്തരം തീവ്രമായ അനുഭവങ്ങളൊന്നും നമ്മളോട് പുതിയ രാഷ്ട്രീയ കാര്യങ്ങളാണ്, നമ്മൾ അന്നെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് അതിനെ ഏറ്റവും ജനാധിപത്യപരമായ വിമർശനങ്ങളാണ് അന്ന് രവിചേട്ടൻ നമ്മളോട് ചർച്ച ചെയ്യുക. അല്ലാതെ കഴിഞ്ഞ കാലത്ത് താൻ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ചോ പ്രയാസങ്ങളെ കുറിച്ചോ ഒന്നും ആയിരുന്നില്ല. വളരെ പ്ലസന്റ് ആയിട്ടുള്ള, നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കുന്നത്. നമ്മളൊക്കെ വീണ്ടും ആ രംഗത്ത് വരുമ്പോൾ അദ്ദേഹം എന്ത് ധരിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും വളരെ പോസിറ്റീവായിട്ടാണ് എപ്പോഴും കാര്യങ്ങളെ കണ്ടിരുന്നത്. പൊതു കാര്യങ്ങളിൽ, ആലപ്പുഴയിലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പ്രവർത്തിക്കുമ്പോഴൊക്കെ അത് രവിചേട്ടൻ വളരെ സജീവമായി അതിലെല്ലാം വരുമായിരുന്നു. പിന്നീട് അത് ഈ ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വരുമ്പോൾ അന്ന് ഞങ്ങൾ ഉള്ള ആലപ്പുഴയിലെ കൂട്ടായ്മയിൽ രവിചേട്ടൻ ഉൾപ്പെടെയുള്ളവർ വരികയും പിന്നീട് JSSന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രവിചേട്ടൻ ഞങ്ങളുമായി സംഘടനാ തലത്തിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. അത് വളരെ കുറച്ചു കാലമേ രവിചേട്ടൻ ആ പ്രവർത്തനങ്ങളിലും അങ്ങനെ തുടർന്നുള്ളൂ സംഘടനാപരമായി. പക്ഷെ പ്രവർത്തിക്കുന്ന കാലത്ത് വളരെ സജീവമായി. പിന്നീട് കിടങ്ങാമ്പറമ്പിലുള്ള ആ കട നമ്മളുടെ എപ്പോഴും ഒരു ചർച്ചയുടെ പോയിരിക്കുന്ന ഒരു സ്ഥലമായി മാറി. എപ്പോഴുമൊക്കെ രവിചേട്ടൻ വളരെ ഏറ്റവും എനിക്ക് ശ്രദ്ധിക്കമായി തോന്നിയ ഒരു കാര്യം, ഇത്രയും വലിയ ആശയപരമായ ഉള്ളടക്കമുള്ള മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനായി തന്നെയാണ് എപ്പോഴും ഇടപഴകിക്കൊണ്ടിരുന്നത്. പലർക്കും അത് കഴിയാറില്ല. പലപ്പോഴും ഒരു അക്കാഡമിക്കായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ആ ഒരു ലെവലിലാണ് സമൂഹത്തിൽ ഇടപെടുന്നതെങ്കിൽ രവിചേട്ടൻ എപ്പോഴും സമൂഹത്തിൽ ഒരു സാധാരണക്കാരനായി ഇരുന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അന്ന് ഈ സ്വർണ്ണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവരെ സംഘടിപ്പിക്കുന്നതിലായാലും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതായാലും ഒക്കെ ഏത് സാമൂഹ്യ പ്രശ്നങ്ങളിലും ഏറ്റവും സാധാരണക്കാരന്റെ ഒരു തലത്തിലേക്ക് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തോടും സാമൂഹ്യ പ്രവർത്തനത്തെ കണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പ്രകാശൻ എന്ന പേരിൽ തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയുടെ ചാർജ് രവിക്കായിരുന്നു. 80 കാലം എന്ന് പറയുന്നത് അന്ന് CPML പ്രവർത്തകർക്ക് പൊതുവെ പ്രചരണപരമായ പരിപാടികൾ പോലും നടത്താൻ പറ്റാത്ത രൂപത്തിൽ രാഷ്ട്രീയ ശത്രുക്കളിൽ നിന്ന് വലിയ ആക്രമണങ്ങൾ നേരിട്ടൊരു സമയമായിരുന്നു. അന്ന് ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തിരുന്നു. പ്രത്യേകിച്ച് CPM ഒക്കെ ആയിട്ടാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബംഗാൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് തിരിച്ചടിക്കരുത് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ച് തല്ലുകൊള്ളുക
എന്നതായിരുന്നു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായമുള്ള പി എസ് നമ്പൂതിരിയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്ന ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ അളഗപ്പ മില്ല്. ആ അളഗപ്പ മില്ലിൽ ഒരു യൂണിയൻ രൂപീകരിച്ചു. ആ യൂണിയൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിയ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് പല സഖാക്കൾക്കും. വീട്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുപോയി തുമ്പമാല, ചൊറിയണ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ കഴുത്തിലണിയിച്ച് സഖാക്കളെ കൊണ്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചാർജുണ്ടായിരുന്ന രവീന്ദ്രൻ ഒരു വീട്, ആ ഒരു വീട്ടിലെ സഖാവിൻ്റെ, ചന്ദ്രൻ എന്നാണ് സഖാവിൻ്റെ വീട്, മണ്ണമ്പെട്ട എന്ന് പറയും, ആ വീട്ടിൽ സഖാവിൻ്റെ സഹോദരിയുടെ വിവാഹം വരെ നിശ്ചയിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കൊടുങ്ങല്ലൂർ അന്ന് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് 3-4 സഖാക്കളെ ഈ വീടിന് കാവലേൽപ്പിച്ച് കൊണ്ടാണ് മല്ലിക എന്ന് പറയുന്ന ആ സഖാവിൻ്റെ സഹോദരിയുടെ വിവാഹം വരെ നടത്തുന്നത്. അന്ന് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റാതെ ഒരു വീട് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ മർദ്ദനത്തിൻ്റെ ഭാഗമായൊക്കെ വിട്ടു. രണ്ടാമതൊന്ന് വെള്ളിക്കുളങ്ങരയിൽ ഞങ്ങളൊരു സഖാവിൻ്റെ കാല് വെട്ടുന്ന സമയത്തായിരുന്നു. ഇതൊക്കെ അന്ന് രവി ചാർജ് ഉണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു. വേറൊന്ന് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് മേലൂര് 7 പ്രാവശ്യമാണ് ഞങ്ങൾക്ക് മർദ്ദനമേറ്റത്. അവസാനത്തെ സമയത്ത് എല്ലാവരും തിരിച്ചടിക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളത് കൊണ്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് തല്ലുകൊള്ളുക. അപ്പോൾ ഭീകരമായ മർദ്ദനമേൽക്കുന്ന സമയത്ത് രവിയുടെ കണ്ണട പോയിട്ട് രവി അത് തപ്പുന്ന അടിയൊക്കെ നടക്കുന്ന ഒരു സമയത്ത്, അപ്പം അന്ന് ഞങ്ങളെല്ലാവരും ചാലക്കുടി ആശുപത്രിയിൽ പല സഖാക്കളെ കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, അങ്ങനെയൊക്കെ പോവുക. അപ്പം അന്ന് ഈ ഒരു പ്രതിഷേധാത്മകമായി സഖാക്കൾ ഒരു പാരഡി ഗാനം പാടിയിരുന്നു. ആശുപത്രിയിൽ കിടക്കുക, ഒരുപാട് സഖാക്കൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. കാരണം ഈ തിരിച്ചടിക്കണ്ട എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടിനെതിരായിട്ടുള്ള ഒരു പാരഡി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ നിശ്ചയിക്കണം എന്ന് പറയുന്ന പാരഡി, നമ്മളെന്ത് ചെയ്യണം, നമ്മൾ തല്ലുകൊള്ളണം, തല്ലുകൊണ്ട് നല്ല പോലെ ചാവണം എന്ന് പറഞ്ഞ് പാർട്ടിക്കെതിരായിട്ട് കയ്യും കാലൊക്കെ ഒടിഞ്ഞു കിടക്കുന്നവർ ചാലക്കുടി ആശുപത്രിയിൽ. അപ്പം അതിൽ എൻ്റെ നാട്ടിൽ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞു പോയ ഞങ്ങളുടെ കൂടെ മിസ തടവുകാരനായിരുന്ന ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന സഖാവിൻ്റെ അനുജൻ സുബ്രഹ്മണ്യൻ ആ മർദ്ദനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. 82 കൂടിയിട്ട് രവി ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും അതിനുശേഷമുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം രവി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയതിന് ശേഷം ആ ബന്ധം തുടർന്നിരുന്നു. പിന്നീട് ഞങ്ങൾ അടിയന്തരാവസ്ഥ തടവുകാരുടെ ഏകോപന സമിതി രൂപീകരിച്ച സമയത്ത് ആലപ്പുഴ ജില്ലയിലെ അതിൻ്റെ മരിക്കുന്ന സമയത്തും അതിൻ്റെ ജില്ലാ കൺവീനർ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ രവീന്ദ്രനാണ് പ്രധാനമായി അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് അവിടെ നിന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നത് രവീന്ദ്രൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ്. അത് പാർട്ടി രഹസ്യ പ്രവർത്തനത്തിൽ നിന്ന് പരസ്യ പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് ഞങ്ങളുടെ ഇടയിൽ അന്ന് പറഞ്ഞിരുന്നൊരു പേര് ഒക്ടോബർ പ്രമേയം എന്നാണ്. ആ പ്രമേയം അന്ന് സംസ്ഥാന കമ്മിറ്റി കൂടുകയും അത് ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് വിമല കോളേജിൻ്റെ തൊട്ടടുത്ത് ചേട്ടൻ താമസിച്ചിരുന്ന ആ വീട്ടിൽ വെച്ചായിരുന്നു. ഇപ്പൊ രവി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറെ കാലത്തിന് ശേഷം ചേട്ടനെ ആ വീട്ടിൽ വെച്ച് നമ്മൾ കാണുന്നത്. 97-98 ഇസ്താഖ് സാറിന്റെ കൂടെയാണ് ഞാൻ തോട്ടംകുളങ്ങരയിൽ രവിചേട്ടനെ കാണാനായിട്ട് വരുന്നത്. ഞങ്ങളുടെ കൂടിക്കാഴ്ച ആലപ്പുഴയിലൊരു ആസ്വാദന കളരി, കലാസ്വാദന കളരിയല്ല, ഒരു കഥകളി ആസ്വാദന കളരി ആരംഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടായിരുന്നു ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്. അങ്ങനെ ഇസ്താഖ് സാർ അതിനൊരു പേര് നിർദ്ദേശിച്ചു, നാട്യകല എന്ന്. അങ്ങനെ രവിചേട്ടൻ സെക്രട്ടറിയും ഇസ്താഖ് സാറ് എൻ്റെ പ്രസിഡന്റും എന്നെ എൻ്റെ ഖജാൻജിയുമാക്കി വെച്ച് രവിചേട്ടൻ തന്നെ മുൻകൈ എടുത്ത് അത് രജിസ്റ്റർ ചെയ്തു. സംഘടന തത്തമ്പള്ളി അവിടുത്തെ മേൽവിലാസമൊക്കെ വെച്ച് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ആസ്വാദന കളരി നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ എൻ്റെ ആ ബാൽക്കണിയിൽ, പിന്നെ ഒരു മുറിയിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രാഹ്മണ സമൂഹം മടത്ത് ഹാളിൽ, അവിടെ ഇങ്ങനെ ആയിട്ട് എല്ലാ ബുധനാഴ്ചകളിലും ഒത്തുകൂടുന്ന ഇതുണ്ടായിരുന്നു. അങ്ങനെ ആലപ്പുഴയിൽ ശരിക്കും ഒരുപാട് പേരെ പരിചയപ്പെടാൻ ഉള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തന്നു. അത് ഇസ്താഖ് സാറും രവിചേട്ടനും കൂടിയായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ആ പരിചയങ്ങൾ ഇപ്പോഴും തുടരുന്നു. അതിനകത്ത് നാട്യകല എന്ന സ്ഥാപനം അതൊരു കഥകളി സ്കൂളായി മാറി. അതിൻ്റെ ചുമതലകളും പൂർണ്ണമായിട്ടും രണ്ടുപേരും കൂടി എന്നെ തന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എല്ലാം സ്വയം നടത്തിയെടുക്കണമെന്ന് പറഞ്ഞു. അവരുടെ പിന്നിൽ നിന്നുള്ള ശക്തി കൊണ്ട് ഞാനത്
തുടർന്നു പോകുന്നു. ഇപ്പോഴും ആ സ്ഥാപനം നാട്യകല നടക്കുന്നു. രവിചേട്ടൻ്റെ വേർപാട് വളരെയധികം വിഷമമുണ്ടാക്കുന്നതാണ്. പക്ഷേ അങ്ങനെ വിട്ടുപോയി എന്നില്ല. എൻ്റെ കൂടെ അവരുണ്ടെന്നുള്ള ഇടവും ബലവും ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് രണ്ടുപേര്, ഇസാഖ് സാറും രവിചേട്ടനും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോഴും എനിക്കുള്ളത്. രവി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിനെ ഓരോ സന്ദർഭത്തിനകത്തും വഴിതിരിച്ചു വിട്ട ഒരു മനുഷ്യനാണ്. അത് BA പഠിക്കാൻ ആലപ്പുഴ ചെല്ലുമ്പോൾ എൻ്റെ സുഹൃത്തായി മാറുകയും അന്ന് തൊട്ടുള്ള പരിചയമാണ്. ഞാൻ രവിയുടെ വീട്ടിനകത്ത് ഒരു പാർട്ടായിട്ട് ജീവിക്കുന്ന സമയങ്ങൾ വരെ ആ കാലത്തുണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 3-ാം വർഷം അവസാനം ഒരു 2 മാസം ഞങ്ങൾ ഒന്നിച്ചൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ബന്ധമാണ്. ആ ബന്ധത്തിനകത്തൂടെ ഞാൻ ഗുരുകുലത്തിൽ പോയി ജീവിക്കുന്ന സമയത്ത് സത്യസന്ധമായി പറഞ്ഞാൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു ധാരണ എനിക്കുണ്ടാകുന്നതിന് കാരണമായി മാറുന്നത് രവിയാണ്. രവി അവിടെ വന്ന് ഒളിവിലാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ സുഹൃത്തായിട്ട് അവിടെ വന്ന് താമസിക്കുകയാണ് ചെയ്തിരുന്നത് അടിയന്തരാവസ്ഥ കാലത്തല്ല. ഒരു ദിവസം അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ഈ രവിയുടെ വീട്ടിൽ പോകുമ്പോൾ വീട് മുഴുവൻ അടഞ്ഞ് ഒരു മരിച്ച വീടിന്റെ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി കുറെ നേരം തട്ടിയിട്ട് ആരും വാതിലൊന്നും തുറക്കാത്ത അമ്മയും അച്ഛനും അവിടെ ഉണ്ടാകും. അവിടെ തന്നെ താമസിക്കുന്നവരാണ്, അവിടെ തന്നെ പണിയെടുക്കുന്ന കാരണം കൊണ്ട് വേറെ എങ്ങും പോകാനൊരു സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ തട്ടി കഴിഞ്ഞ് പോകാനായിട്ട് ഞാൻ തിരിഞ്ഞുമ്പോൾ പതുക്കെ ഒരു ജനൽ തുറന്നു വരുമ്പോഴാണ് ഈ അമ്മയാണ് എന്നോട് പറഞ്ഞ് പൊക്കോ ഇവിടെ നിൽക്കരുത്, പോലീസ് പിടിച്ചോണ്ട് പോകും. അപ്പൊ ഞാൻ ഈ ഗുരുകുലത്തിൽ നിന്ന് വരുന്ന ആൾക്ക് രാഷ്ട്രീയ അവബോധം ഇല്ലാത്ത കാരണം കൊണ്ട് പോലീസ് എന്നെ എന്തിനാണ് പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നീടാണ് പറഞ്ഞ അച്ഛനെയൊക്കെ അമ്മയൊക്കെ അവര് വളരെയധികം അച്ഛനെ പിടിച്ചോണ്ട് പോയി അടിക്കുകയൊക്കെ ചെയ്തു. എല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നു. ഗുരുകുലം വിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ആദ്യം പോയത് രവിയുടെ വീട്ടിലേക്ക്. രവിയുടെ വീട്ടിലേക്ക് പോകുന്നത് എന്നെ സംബന്ധിച്ചോളം സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചാൽ ഞാൻ ആദ്യം ഓർക്കുന്ന രവിയായിരുന്നു. അതുകൊണ്ടാണ് വീട്ടിൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് രവിയെ കണ്ടത്. ആ രവിയെ കണ്ടതാണ് ഇന്നിപ്പോ ഇതിനകത്തൊരു 80% മനുഷ്യർ ഇതിനകത്ത് ഇപ്പൊ അനുസ്മരണത്തിനകത്ത് വന്നിരിക്കുന്നവരെ എനിക്ക് പരിചയപ്പെടാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും നിലവാരത്തിൽ രാഷ്ട്രീയ വിവരം എനിക്കുണ്ടാകുന്നതിന് എന്തെങ്കിലും കാരണമായി തീർന്നത് ഇപ്പൊ ഇരിക്കുന്ന ഈ മനുഷ്യരെല്ലാം നിങ്ങളെല്ലാവരും തന്നെയാണ്. അതിപ്പോ ഓരോ ആളുകൾ എടുത്തു വെച്ച് നോക്കിയാൽ ഇതിനകത്ത് പങ്കുചേരാതിരിക്കുന്നവർ സഹിതം മരിച്ചു പോയവര് ജോയിയൊക്കെ തന്നെ ഇവരെ എല്ലാം ഞാൻ പരിചയപ്പെടുന്നത്, പാസുരഭവനെ പരിചയപ്പെടുന്നത് എല്ലാം രവിയിലൂടെ. രവി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു സാധാരണ റോളല്ല, എൻ്റെ ജീവിതം രൂപപ്പെടുത്തിയ ആളാണ്. അത് BA പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ നടത്തിയിരുന്ന ചർച്ചയ്ക്കകത്തല്ല എന്നെ പരിചയപ്പെടുത്തി തന്ന ആലപ്പുഴയിലുള്ള എല്ലാ ചിന്തകരായിരിക്കുന്ന ആൾക്കാരും കേരളത്തിനകത്ത് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവര് എൻ്റെ ജീവിതത്തിനകത്ത് അവര് തൊടാതിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നതോ ചെയ്യാൻ കഴിയുമായിരുന്നു ഞാൻ വിചാരിക്കുന്നേയില്ല. അപ്പൊ അത്രത്തോളം വലിയ റോളുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചോളം രവി. എല്ലാ വർഷവും 1-2 തവണയെങ്കിലും വീട്ടിൽ പോയി താമസിച്ച് ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് വരെ ഞാൻ രവിയുടെ അടുത്ത് സമയം ചെലവഴിച്ചിട്ടുണ്ട്. വീട്ടിൽ താമസിച്ചിട്ട് അവരുടെ വീട്ടിനകത്തുള്ള മക്കളായാലും അവരുടെ ഓരോ ഘട്ടത്തിനകത്തും വളരുതാകുന്ന എല്ലാ പാർട്ടിനകത്തും എനിക്ക് അതിനകത്ത് പങ്കുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം രവി ഞാൻ തന്നെയാണ്. മരിച്ചുപോയ ലെനിൻ്റെ ഭാര്യയാണ് ഞാൻ. രവിയുടെ മരണത്തിനൊന്നും എനിക്ക് അവിടെ വരാൻ സാധിച്ചില്ല. ഞാൻ ഇപ്പോഴും നാട്ടിലില്ല. 4-5 മാസം മുമ്പ് ഞാനും എൻ്റെ ബ്രദറിൻ്റെ മോനും കൂടി രവിയെ കാണാൻ പോയിരുന്നു. അന്ന് നേരിട്ട് കാണുമ്പോൾ തീരെ കിടപ്പിലായിരുന്നു. പക്ഷേ കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി ആൾ നല്ല പഴയ പോലെ ഉഷാറായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് ഇങ്ങനെ കിടപ്പ് പുള്ളിയെ മാനസികമായിട്ട് കുറച്ച് തളർത്തിയിട്ടുണ്ടാവാം. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പോരാൻ സമയത്ത് കൈകളൊക്കെ കൂട്ടിപ്പിടിച്ചൊക്കെ യാത്ര പറഞ്ഞാണ് പോകുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് വരാമെന്ന് പുള്ളിയോട് പറയുകയും ചെയ്തു. ഞാൻ പോകണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. എന്നാലും ഞാൻ ഒരു 5-8 ദിവസം കൂടുമ്പോൾ വെച്ച് പുള്ളിയെ ഫോൺ വിളിക്കുമായിരുന്നു. നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന പുള്ളിക്ക് ഒരു റിലീഫാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഫോൺ വിളിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. രവിയായിട്ട് ഞാൻ പരിചയപ്പെടുന്നു വെച്ചാൽ ഞങ്ങളുടെ വിവാഹശേഷം ആദ്യമായിട്ട് ഞങ്ങൾ പോയി കാണുന്ന സുഹൃത്ത് രവിയായിരുന്നു. ലെനിനെ പുള്ളി രവിത എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ഒരു 2 വട്ടം കൂടി ഞങ്ങൾ 2 പേരും കൂടെ അവിടെ പോയിട്ടുണ്ട്. പിന്നെ
ഞങ്ങളുടെ താമസം മാറ്റി നമുക്ക് പിന്നെ അധികം കാണാനൊന്നും സാധിച്ചില്ല. പിന്നെ ഇവരെല്ലാവരും നമുക്ക് ഓടി കാണുന്നതെന്ന് വെച്ചാൽ രണ്ടോ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പായപ്പോഴാണ്. അന്ന് ഇവരെല്ലാം കൂടെ ആലപ്പുഴയിൽ നിന്നൊരു ടീം തന്നെ വരുമായിരുന്നു. ദാസേട്ടൻ്റെ നേതൃത്വമാണ്. എല്ലാവരും കൂടെ ഒരു മാസത്തിൽ 2 ഞായറാഴ്ചയെങ്കിലും വരും. കാറിലാണ് എല്ലാവരും കൂടെ വരുന്നത്. അവർ വന്ന് കുറേ സമയം സ്പെൻഡ് 3-4 മണിക്കൂറുകളൊക്കെ ഇരുന്ന് ഇവരെല്ലാം തമ്മിൽ വളരെ ഉറക്കെ സംസാരിക്കുകയും ചിരിക്കുകയും ബഹളം വെച്ച് നമ്മുടെ ആ വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഒരു മാറ്റിമറിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പിള്ളേരാണ്, കുട്ടികളാണ്, അവർക്കും ഇവർ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, പോകാൻ നേരത്ത് രവി വന്നിച്ചിരി നേരെ ഇങ്ങനെ ഒരു നിൽപ്പുണ്ടല്ലോ, അഴിച്ചിട്ട മുണ്ടിൻ്റെ ഒരറ്റ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നവർ വെറുതെ ഇങ്ങനെ നിൽക്കും ഒരു ഇത്തിരി നേരം, ഒന്നും സംസാരിക്കത്തില്ല. പക്ഷെ അപ്പം നമുക്ക് മനസ്സിലാകും നമ്മളെ മനസ്സിൽ ചേർത്ത് പിടിക്കുന്നുണ്ട്, നമ്മൾക്ക് നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പറയുന്നത് പോലൊരു തോന്നലുണ്ടാകും. നമുക്കതൊരു ഭയങ്കര ആശ്വാസമാണ്. ആ സമയത്തൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ആശ്വാസമാണ്, അതൊരിക്കലും മറക്കത്തില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായിട്ടെല്ലാം പോകുമ്പോൾ അതിൽ എൻ്റെ സുഹൃത്തുക്കളെന്നല്ല, ഞാൻ അവരെ കാണാൻ തുടങ്ങിയപ്പോൾ അവരും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഓരോരുത്തരായിട്ട് പോകുമ്പോഴും വളരെ വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ അത് അനിവാര്യമായൊരു കാര്യമാണല്ലോ. എന്നാലും നമ്മൾക്കുണ്ടാകുന്ന നഷ്ടം തന്നെയാണ്. ഒരിക്കലും രവി എന്നോട് കാണിച്ചിട്ടുള്ള അനുതാപവും സ്നേഹവും മറക്കാൻ പറ്റില്ല, എന്നും മനസ്സിലുണ്ടാവും. ഞാൻ അവരെക്കുറിച്ച് എനിക്ക് ഇത്ര ബഹുമാനമൊക്കെ ഉണ്ടാകാനുള്ള ഞാനിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ആൾക്കാരും രാഷ്ട്രീയത്തിലൊക്കെ ആകുന്നതിലും കുറച്ചെങ്കിലും ഞാനിപ്പോൾ കാണുന്ന രാഷ്ട്രീയം വെച്ചിട്ടാണ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ ഇവരങ്ങനെയൊന്നും ആയിരുന്നില്ല. അവരെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. അവർ ചുറ്റുപാടുമുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തമാണെന്ന് കരുതി ഇറങ്ങിയവരാണ്. അതിനകത്തൊന്നും ഒരു ലാഭവും നേട്ടം ഉണ്ടാക്കാനുള്ളൊരു മനസ്സോടെ ഇറങ്ങിയവരല്ല. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ബോധം കൊണ്ടാണ് എനിക്ക് ഇവരോടൊക്കെ ഇത്ര സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളത്. അതെപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. ഞാൻ രവി സഖാവിനെ പരിചയപ്പെടുന്നത് രവി സഖാവായിട്ടല്ല. 1980 ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പ്രകാശൻ സഖാവായിട്ടാണ് രവി സഖാവിനെ പരിചയപ്പെടുന്നത്. രവി സഖാവ് എന്ന് വിളിച്ചിട്ടാണ് ശീലം. ഞങ്ങൾ അന്ന് CPIML വിദ്യാർത്ഥി സംഘടനയായ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരാണ്. പ്രകാശൻ സഖാവ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്പ്രദായിക രീതി അനുസരിച്ച് ഈ പോഷക സംഘടനകളുടെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ സെക്രട്ടേറിയറ്റിൽ നിന്നോ ഒരു സഖാവിനെ ചാർജുകാരനായി നിയോഗിക്കാറുണ്ട്. അന്ന് 80 മുതൽ ഏതാണ്ട് 1 വർഷക്കാലത്തോളം വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ ചാർജ് വഹിച്ചിരുന്നത് പ്രകാശൻ സഖാവാണ്. അന്ന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രവി എന്നാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇതിനകത്ത് ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും തോന്നിയിട്ടുള്ള പ്രകാശൻ സഖാവിനോടുള്ള ഒരു ഇഷ്ടം എന്നത്, സാധാരണ ഈ പോഷക സംഘടനകളുടെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ വരുന്ന സംസ്ഥാന നേതാക്കന്മാർ ചുരുളുമായി വരുന്ന ഹെഡ്മാസ്റ്റർ പോലെയാണ് അവര് ഈ പോഷക സംഘടനയിലെ പ്രവർത്തകരെ കാണുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്ന 20-21 വയസ്സൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ സംഘടനാപരവും പ്രത്യശാസ്ത്രപരവുമായ പക്വത ആർജിച്ചിട്ടുള്ളവരൊന്നും അല്ല. അതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. ആ സമയത്തൊക്കെ പ്രകാശൻ സഖാവിന്റെ ഒരു പ്രത്യേകത, ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ആ സഖാവ് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ശ്രമിക്കാറില്ല എന്നായിരുന്നു. ഞങ്ങളിൽ ഒരാളെ പോലെ തന്നെ ഞങ്ങളോട് ഇടപെടുകയും പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സഖാവിനെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, മിക്കവാറും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കന്മാർ വലിയ ഭൂരിപക്ഷവും തികഞ്ഞ ഈ മാർക്സിസ്റ്റ് മൗലികവാദികളെ പോലെയാണ് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. എന്നാൽ പ്രകാശൻ സഖാവ്, രവി സഖാവ് ഒരു സാധാരണ വിപ്ലവകാരിയുടെ ഊഷ്മളതയോടുകൂടിയാണ് ഞങ്ങളോട് എല്ലാ കാലത്തും പെരുമാറിയിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള രവി എന്ന പ്രകാശൻ സഖാവുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് 1 വർഷക്കാലത്തോളമാണ് നിലനിന്നത്. അതിനുശേഷം അദ്ദേഹം എനിക്ക് തോന്നുന്നത് അന്ന് പാർട്ടിക്കകത്ത് CPML സംസ്ഥാന നേതൃത്വത്തിനകത്ത് 2 ലൈൻ സമരം വളരെ പൊരിഞ്ഞ രീതിയിൽ നടക്കുന്ന ഒരു സമയമാണ്. ആ സമരത്തിൽ 2 ലൈൻ സമരത്തില് പ്രകാശൻ സഖാവ് ഏത് പക്ഷത്താണ് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്തായാലും 1 വർഷത്തിന് ശേഷം അദ്ദേഹം മാറുകയും മറ്റൊരു സഖാവ് ചുമതലക്കാരനായി വരികയൊക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞവരുടെ കൂട്ടത്തിൽ പ്രകാശൻ സഖാവ് ഉണ്ടായി എന്ന് മനസ്സിലാക്കി ആലപ്പുഴയിൽ നിന്ന് സംവാദം എന്ന പേരിൽ ഒരു മാസിക ഇറക്കിയതിനെ കുറിച്ച് പക്ഷെ ഇതൊക്കെ കഴിയുമ്പോഴേ ഏതാണ്ട് മരിക്കുന്നതിന് 1 മാസം മുമ്പ് വരെയും
പലപ്പോഴും ആലപ്പുഴയിൽ പോകുമ്പോഴും പിന്നെ ഫോൺ വഴിയുമൊക്കെ പണ്ട് പ്രകാശൻ സഖാവുമായിട്ട് ഞാൻ വിദ്യാർത്ഥിയായി ഉണ്ടായിരുന്ന ബന്ധം എന്താണോ, എത്രത്തോളം ഊഷ്മളമായിരുന്നു, അതേ ഊഷ്മളതയോടെ അദ്ദേഹത്തോട് കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇടപെടാൻ കഴിയുമായിരുന്നു. ഞാനും രവിയും തമ്മിലുള്ള ബന്ധം, ഞങ്ങൾ ഒരു നാട്ടുകാരെന്നുള്ള നിലയിൽ ഒരു വാർഡിൽ ജനിച്ചു വളർന്നവരാണ്. പാർട്ടിക്ക് പുറത്തായിരുന്നു ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയത്. ഞാൻ ജനകീയ സാംസ്കാരികവേദി പ്രവർത്തകനും രവി CPML പ്രവർത്തകനായി ഇരിക്കുമ്പോൾ തന്നെയും അതിനപ്പുറം സൗഹൃദത്തിലൂടെയുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്നത്. പലപ്പോഴും പാർട്ടിയുടെ പരിപാടികളിൽ വളരെ വിരളമായിട്ട് ഞങ്ങൾ ഒന്നിച്ച്, കാര്യം രവിയുടെ പ്രവർത്തന മേഖല തൃശ്ശൂരായിരുന്നത് കൊണ്ടും തിരുവനന്തപുരത്ത് രവി തീരെ വരായിരുന്നത് കൊണ്ടും തിരുവനന്തപുരത്ത് പാർട്ടി പ്രവർത്തകനായിട്ട് വന്നിരുന്ന വേറെ ചിലരായിരുന്നു. അവരുമായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ ഈ പാർട്ടിയായി ജനകീയ സാംസ്കാരിക വേദിയും എന്ന രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നത്. പക്ഷേ ആലപ്പുഴയിലേക്ക് ഞാൻ ചെല്ലുമ്പോഴൊക്കെ തന്നെ രവി ഒളിവിലില്ലായിരുന്ന കാലത്തൊക്കെ നിരന്തരം രവിയുടെ വീട്ടിൽ പോവുകയും കാണുകയും ചെയ്യുന്ന സൗഹൃദമാണ് വളർത്തിക്കൊണ്ടിരുന്നതും ഉണ്ടായിരുന്നതും. വളരെ ലളിതമായ, നേരത്തെ രവി പറഞ്ഞ പോലെ ഈ ശ്വാസം പിടിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല രവി. സൗഹൃദത്തോടുകൂടി, ചിരിച്ച മുഖത്തോടുകൂടി, സൗമ്യനായി എന്നും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനയാണ് ഞാൻ രവിയിൽ കണ്ടിരുന്നത്. മറ്റൊന്ന്, രവി ഈ രാഷ്ട്രീയമൊക്കെ വിട്ട് കടമുടങ്ങിയ കാലത്തൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ എത്തുമ്പോഴെല്ലാം കൂടുതൽ സമയം രവിയുടെ കടയിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. അപ്പോൾ ബാബുവും മറ്റുള്ള സുഹൃത്തുക്കളെല്ലാം അവിടെ വരികയും ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് സായാഹ്നങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്ന ഓർമ്മകൾ എനിക്കുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. മറ്റൊരു കാര്യം എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത്, എൻ്റെ വിവാഹത്തിന് ശേഷമായിരുന്നു രവിയുടെ വിവാഹം. എന്നിട്ട് ഞാൻ ഇങ്ങനെ രവിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൊല്ലം ജില്ലയിൽ ഇവിടെ ഒരു സ്ഥലമാണ്, അത് ഞാൻ മറന്നുപോയി. ചെല്ലുമ്പോൾ രവി എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, നിന്റെ വിവാഹം പോലെ ലളിതമായ വിവാഹം നടത്തണമെന്നായിരുന്നു എന്റെയും ആഗ്രഹം. അവിടെ നിന്റെ വിവാഹം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. വളരെ ലളിതമായ ഒരു പൊതുയോഗം പോലത്തെ ചടങ്ങൊക്കെ ആയിരുന്നു അത്. അതുപോലെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് നടന്നില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ രവി തുറന്നിങ്ങനെ പറയുന്ന ചില സന്ദർഭങ്ങൾ എനിക്ക് പലപ്പോഴും ഓർമ്മ വന്നിട്ടുണ്ട്. പിന്നെ രവി സുഖല കടപ്പ് പലപ്പോഴും ഞാൻ വീട്ടിൽ കാണാൻ ചെല്ലുമായിരുന്നു. അപ്പൊ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞ പോലെ രവിക്ക് എന്തോ ഒരു മാനസികമായ, പുള്ളി ആരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് കിടക്കുകയാണോ, അത് ഇങ്ങനെ ജീവിതം വല്ലാതെ ആയല്ലോ എന്നൊരു രീതിയിൽ എന്നോട് കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, കൈയൊക്കെ പിടിച്ചിട്ട്. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. രവിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസമിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. രവീന്ദ്രൻ കളരിക്കലിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത് ആലപ്പുഴ സബ് ജയിലിൽ വെച്ചിട്ടാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് അന്ന് നക്സലൈറ്റ് രാഷ്ട്രീയവുമായി ബന്ധമുള്ള അനവധി പേർ, കേസുള്ളവരും കേസില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ളവർ, കരുതൽ തടങ്കലിലൊക്കെ ആയിട്ട് അനവധി പേര് ജയിലിലായിരുന്നു. അക്കൂട്ടത്തിലാണ് ഞാൻ രവീന്ദ്രനെ കാണുന്നത്. അന്നപ്പോൾ രവീന്ദ്രൻ്റെ കൂടെ ഭാസുരേന്ദ്ര ബാബുവും മറ്റു ചില സഹാക്കളും കൂടി ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതിന് ശേഷം ഭൂരിപക്ഷം പേരും ജയിലിൽ നിന്ന് പുറത്തു വന്ന കൂട്ടത്തിൽ രവിയും പുറത്തു വരികയുണ്ടായി. അന്ന് പാർട്ടിയുടെ പുനഃസംഘടന സംസ്ഥാന തലത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടീം ഉണ്ടാക്കിയപ്പോൾ അതിലൊരു പ്രധാനിയായി രവീന്ദ്രൻ ഉണ്ടായിരുന്നു. 80കളുടെ ആരംഭത്തിൽ രവീന്ദ്രന് തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്നത്. ജില്ലയിൽ വളരെയധികം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് രവീന്ദ്രൻ നേതൃത്വം നൽകുകയുണ്ടായി. എൻ്റെ വിവാഹം നടക്കുന്നതും രവീന്ദ്രനുള്ള സമയത്തായിരുന്നു. അന്ന് ഞാൻ ഒളിവിലായിരുന്നതുകൊണ്ട് പോലീസ് അന്വേഷിച്ച് നടക്കുന്ന കാലമാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭമായിട്ട് പോലും അനവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ വിവാഹം സംഘടിപ്പിച്ചത് രവീന്ദ്രൻ്റെ ഒരു സവിശേഷമായ സംഘടനാ ശേഷിയാണെന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം പിന്നീട് ചില രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും ചേരിതിരിവുകളൊക്കെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ ഭാസുരേന്ദ്ര ബാബു ഉൾപ്പെടെ രവിയും ഭാസുരേന്ദ്ര ബാബു ഒക്കെ കൂടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയുണ്ടായി. അത് 80, 81, 82 കാലത്താണെന്ന് എൻ്റെ ഓർമ്മ. അതിനുശേഷം പിന്നീട് ആലപ്പുഴ കേന്ദ്രമായി തന്നെയാണ് രവി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവസാന കാലത്ത് രോഗബാധിതനാകുന്നത് വരെയുള്ള കാലത്ത് അങ്ങനെയുള്ള പൊതു സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് രവി ഏർപ്പെട്ടുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയാം. രവിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. ഈ രവിയുടെ കൂടി ആലപ്പുഴ ഒരു ML എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി, മീറ്റ് ടു ലേൺ. ഈ മീറ്റ് ടു ലേൺ എന്നുള്ള ആ ഒരു പരിപാടി അത് എത്ര നാൾ ഉണ്ടായിരുന്നു എനിക്കറിയാലോ. എൻ്റെ ഒരു സമ്മേളനത്തിൽ ഇസ്താഖ് സാർ എന്നെയും കൂട്ടി അവിടെ പോയി ഞാൻ അവർക്ക് മാർക്സിസത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്ത്. അങ്ങനെയാണ് എനിക്ക് കൃത്യമായി ഞാൻ ഓർക്കുന്നത്. ഈ രവിയെ ഞാൻ ആദ്യം കാണുന്നത് അന്നാണെന്നാണ്. പിന്നീട്
രവിയെ പല പ്രാവശ്യം ആലപ്പുഴ നടക്കുന്ന പല പരിപാടികളും ഞാനിങ്ങനെ ഇസ്താഖ് സാറിന്റെ കൂടെ പോകുമായിരുന്നു, പങ്കെടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഇസ്താഖ് സാറിന്റെ മരണശേഷം നടന്ന പല മീറ്റിങ്ങുകളിലും പോവും. അപ്പോഴൊക്കെയാണ് രവിയായിട്ട് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നെങ്കിലും ഈ മനുഷ്യനെ എന്നെ ഒത്തിരി ആകർഷിച്ചിരുന്നു. ഒന്നാമത് എപ്പോഴും വളരെ പ്രസന്നനായിട്ട് വളരെ സിമ്പിളായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും വളരെ ഒരു പച്ച മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മള് ഈ വേറൊന്ന് എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു സംഗതി, ഒരു മഹത്തായ പ്രസ്ഥാനത്തില് നല്ല ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ആ പ്രസ്ഥാനം തകർന്നു പോവുകയും ചെയ്യുമ്പോൾ ഭക്തിമാർഗത്തിലേക്കോ പാർട്ടി മാർഗത്തിലേക്കോ ഒക്കെ വഴിതിരിഞ്ഞു പോകുന്ന ഒരുപാട് പേര് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ പോകാതെ തൻ്റെതായ തൊഴിലും ഒക്കെ ആയിട്ട് ജീവിക്കുകയും മരിക്കുന്നവരെ തൻ്റെ ബോധ്യങ്ങളിൽ കുറച്ച് വിശ്വസിക്കുകയും ചെയ്ത ഒരാളായിട്ടാണ് ഞാൻ രവിയെ കാണുന്നത്. കാരണം അദ്ദേഹം ഇടപെട്ടിരുന്നതെല്ലാം വളരെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എപ്പോഴും വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആണ് ശരിക്കും രവിയെ പോലുള്ളവരെ നമ്മളെ ഓർക്കാൻ കാരണം. നമ്മളീ പറയുന്ന ഇതുണ്ടല്ലോ, ഈ എത്തിക്സ് എന്നും മൊറാലിറ്റി എന്നും പറഞ്ഞ സംഭവം രണ്ടുണ്ടല്ലോ. അതായത് സദാചാരവും നൈതികതയും. ഈ സദാചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള പൊതുവെ പൊതു ബോധത്തിന്റെ ഭാഗമായി തീർന്നിട്ടുള്ള സദാചാര സംഹിതകൾ, മൂല്യബോധം, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതല്ല എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായ ചില ബോധ്യങ്ങൾ ഉണ്ടായിരിക്കുകയും ആ ബോധ്യങ്ങളിൽ കുറച്ച് വിശ്വസിക്കുകയും ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിതത്തെയും ലോകത്തെയും നോക്കിക്കാണാൻ ശ്രമിക്കുകയും എപ്പോഴും ആ ബോധ്യങ്ങളെ മുറി പിടിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്. അതാണ് ശരിക്കും എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോഴും പലപ്പോഴും ഈ മൊറാലിറ്റിക്ക് എതിരായിട്ടായിരിക്കും വരുന്നത്. പലപ്പോഴും ഈ നമ്മുടെ സദാചാരത്തെ കുറിച്ചുള്ള പൊതുബോധവും ഈ പറയുന്ന നമ്മുടെ സ്വകാര്യ കൺവിക്ഷൻ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകണമെന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഡയമെൻഷൻ, അവനെ മനുഷ്യനാക്കുന്ന ഒരു ബേസിക് ഫണ്ടമെന്റൽ ഒരു ഡയമെൻഷനായിട്ട് ഈ എത്തിക്കൽ ഡയമെൻഷനാണ് ഞാൻ കാണുന്നത്. അതാണ് ഈ രവിയെ പോലുള്ളവരെ, അവര് മരിച്ചാലും അവരുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. സ്വന്തം തന്നോട് തന്നെ നീതി കാണിച്ച, തൻ്റെ ജീവിതത്തിൽ ആത്മാർത്ഥത കാണിച്ച ഒരു മനുഷ്യൻ. അത്തരം മനുഷ്യരുടെ ഓർമ്മ അവരെന്ന് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. രവിയെ എനിക്ക് പരിചയം അടിയന്തരാവസ്ഥ കഴിഞ്ഞ് രവി ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഞാൻ പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി ആലപ്പുഴ എല്ലാം ഓടി നടക്കുന്ന ഒരു കാലമാണ്. ആദ്യം എനിക്ക് പരിചയമാവുന്ന ആലപ്പുഴ നേരത്തെ ജയിലിൽ നിന്ന് വന്ന ലെന്നിയാണ് ആലപ്പുഴയിൽ. പിന്നീട് രവിയെ പരിചയപ്പെടുന്നു എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ നാടകം കളിക്കുമ്പോഴൊക്കെ രവി ഉണ്ട് അവിടെ ആലപ്പുഴയിൽ. ഞാൻ രവിയുടെ വീട്ടിൽ ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ട്, പലതവണ താമസിച്ചിട്ടുണ്ട് അന്ന്. അതിനുശേഷം രവി സംസ്ഥാന കമ്മിറ്റി വരികയും പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് തൃശ്ശൂരിലെത്തുകയും തൃശ്ശൂരിൽ പ്രകാശൻ എന്നുള്ള പേരിൽ ഒരു ഏറ്റവും സജീവമായിട്ടുള്ള വളരെ ടെർബുലന്റ് ആയിട്ടുള്ള ഒരു അജിറ്റേറ്റർ ആയിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് കുറെ കാലം. ആ കാലത്തൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച് ഞങ്ങൾ സ്ഥിരം എല്ലാവരും കാണാറുണ്ട്. വളരെ രാഷ്ട്രീയമായിട്ട് അന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രവിയായിട്ടല്ല ആരുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്കൊരു ശത്രുത ഉണ്ടായിരുന്നില്ല, ഒരു അടുപ്പക്കുറവുണ്ടായിരുന്നില്ല. അതിനുശേഷം രവി ഞാനുമായിട്ട് ദീർഘമായിട്ട് സ്ഥിരമായി കാണാറില്ല. പിന്നെ എനിക്ക് എന്റെ ഓർമ്മയിൽ അവസാനം ഞാൻ കാണുന്നത് വേണുവിന്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനും ഭാസുരേന്ദ്ര ബാബുവും രവിയെ കൂടി ഒരു ദിവസം യാദൃശ്യമാണോ പരസ്പരം അറിഞ്ഞോണോ എന്ന് എനിക്കത് അറിഞ്ഞാണെന്ന് തോന്നുന്നു. ബാബു വിളിച്ചിട്ടോ മറ്റോ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്ത് കാണുന്നുണ്ടാവും കുറെ കാലത്തിന് ശേഷം. പിന്നെ വല്ലപ്പോഴൊക്കെ രവി വിളിക്കാറുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ കൂടെ കാണാറുണ്ട്. അവസാനം വരെ ആ ഒരു നല്ല ബന്ധം രവിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും നീട്ടുന്നില്ല. ഇതിൽ പലർക്കും ഒരു പക്ഷെ അറിയാൻ സാധ്യയില്ലാത്തൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. സച്ചിദാനന്ദന്റെ മേഘനാഥനെ കുറിച്ചുള്ള കവിത എന്നെ ഓർമ്മ. ആ കവിതയിൽ രവി പരാമർശിക്കപ്പെടുന്നുണ്ട്. വേണു സോമൻ രവി എന്നുള്ള പേരിൽ ആ രവി പരാമർശിക്കപ്പെടുന്നുണ്ട്. മേഘനാഥനെ കുറിച്ചുള്ള കവിത എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം രവി അന്ന് തൃശ്ശൂരിലെ വളരെ ഇവരായിട്ടുള്ള നല്ല ബന്ധുള്ള, സച്ചിദാനന്ദനായിട്ടൊക്കെ വളരെ നല്ല ബന്ധുള്ള ഒരു കാലമായിരുന്നു. എന്തായാലും വളരെ ഈ എല്ലാ രാഷ്ട്രീയ യോജിപ്പുകൾക്കും വിയോജിപ്പുകൾക്കും ഒക്കെ ഇടയിലും വളരെ നല്ലൊരു ബന്ധം, ഒരിക്കലും മറ്റുപോകാത്ത നല്ലൊരു ബന്ധം സൂക്ഷിച്ച സാവിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടേ നിർത്തുകയാണ്. രവിചേട്ടനെ എനിക്ക് കൂടുതൽ പരിചയം, ഞാൻ വക്കീലായി കേസ് നടത്താൻ പലപ്പോഴും ആലപ്പുഴ ധാരാളം തവണ വന്നു, കുറേയേറെ കേസ് വന്നിട്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കോടതി
രവിചേട്ടൻ്റെ സ്വർണ്ണക്കടയുടെ അടുത്തായിരുന്നു, തട്ടാൻ കടയുടെ. അപ്പം കോടതി വന്നാൽ ഞാൻ ഡ്രസ്സ് വിട്ടൊക്കെ അവിടെ പോയി ഇരിക്കും. അങ്ങനെ ധാരാളം വർത്താനം പറയുമായിരുന്നു. അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കും, ഞാനും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ അവിടെ താമസിക്കുമ്പോഴും അവിടെ പോയി രാത്രിയൊക്കെ താമസിക്കുമ്പോൾ അവിടെ പോയി ഒരുപാട് പേരെ സംസാരിക്കും. അത് ലോകത്തുള്ള സകല കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ അന്ന് തന്നെ അദ്ദേഹം ഒരു നക്സലൈറ്റ് അനുഭാവി അല്ലാതായി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനാണെങ്കിൽ കടുത്ത സായി ഭക്തരുമായി കഴിഞ്ഞു. പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു തടസ്സവുമായിരുന്നു. ഞങ്ങൾ ധാരാളം വ്യക്തിഗതമായ കാര്യങ്ങൾ, നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ പഴയ കാര്യങ്ങൾ അയവിറക്കുകയും അതിൻ്റെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ മരിച്ചവരെ കുറിച്ച് അനുശോചനം പറയുക അതൊന്നും നമുക്ക് ആർക്കും യോജിച്ചതല്ല. കാരണം മാവോസത്തും ആദ്യം പറഞ്ഞത് നല്ല കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു മാവോസത്തുവിനെ ഒരു ടാവോവാദിയായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. കാരണം മരണം ഒരു സാധാരണ സംഭവമാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ ബുദ്ധമതത്തോടും ടാവോയിസത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഇതിനകത്തൊക്കെ നമ്മളൊക്കെ കുറെ കൂടി വിശാലമായിട്ട് ചിന്തിക്കുകയും ചിന്തിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഒത്തുകൂടുന്നത് സ്നേഹം എന്നൊരു ക്വാളിറ്റി അതിനകത്തോടുണ്ട്. ഈ ഒത്തുകൂടും ഒരിക്കൽ കണ്ടവര് അപരിചിതരാകേണ്ട കാര്യമുണ്ട്. സ്നേഹിക്കുന്നതിൽ, അകവഴിഞ്ഞ് സ്നേഹിക്കുന്നതിലും സഹായിക്കുന്നതിലും ആണ് മനുഷ്യന്റെ കർത്തവ്യം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനുഷ്യരെ എത്രത്തോളം സഹായിക്കാം, മനുഷ്യരെ അല്ല മൃഗങ്ങളെയും പക്ഷികളെയും പുഴുക്കളെയും ഒക്കെ എത്രത്തോളം സ്നേഹിക്കാം, എത്രത്തോളം കുറവ് അവരെ നോവിച്ചുകൊണ്ട് ജീവിക്കാം, ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അത് നമുക്ക് ചിലപ്പോൾ വിപ്ലവം നടത്താനും ഒക്കെ നിർബന്ധിതരായിരിക്കും, അല്ലെങ്കിൽ യുദ്ധം നടത്താനും നിർബന്ധിതമായിരിക്കും. പക്ഷെ അടിത്തറ സ്നേഹം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബന്ധിക്കുന്ന ചരട്. ആ ചരടാണ് നമ്മളെ വീണ്ടും ഇവിടെ കൂടാൻ പ്രേരിപ്പിക്കുന്നത്. ഏതാണ്ട് 90-ന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്, ഈ കാപ്പിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് രവി താമസിച്ചിരുന്നത്. അങ്ങനെ സ്ഥിരം പോകുമ്പോൾ പലപ്പോഴും കാണുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുകയായിരുന്നു വാസ്തവത്തിൽ. പിന്നീട് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴോ തിരിച്ചു വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നിന്ന് ഞങ്ങളിങ്ങനെ കുറേ സംസാരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ, ചില പരിചയക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്രയും സംസാരിക്കുന്നത്? കൃഷ്ണകുമാറിന്റെ ഒരു മേഖല ഒന്ന്, ഇദ്ദേഹത്തിന്റെ മേഖല മറ്റൊന്ന്. അപ്പൊ എന്താണ് ഈ സംസാരിക്കുന്നത്? വാസ്തവം പറഞ്ഞാൽ അദ്ദേഹം എനിക്കും അദ്ദേഹത്തിനും ഇഷ്ടമുള്ള ചില കാര്യങ്ങളാണ്. ആത്മീയ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമായിരുന്നു, സാഹിത്യം സംസാരിക്കുമായിരുന്നു. ഇതൊക്കെ സംസാരിക്കുന്നത് കോളേജിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. പ്രൊഫസർ വി മുരളീധര മേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. എന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടൊന്നുമില്ലെങ്കിലും എനിക്ക് അദ്ദേഹം ഒരു അധ്യാപകനെ പോലെയായിരുന്നു. അതിനേക്കാൾ വളരെ സീനിയറായ അധ്യാപകനായിരുന്നു. പലപ്പോഴും ഈ സാഹിത്യത്തിലേക്കും തത്വചിന്തയിലേക്കും ആത്മീയതയിലേക്കും ഒക്കെ ഞങ്ങളുടെ സംഭാഷണങ്ങൾ പടർന്നു പോകുന്നത് ഈ മുരളീധര മേനോൻ സാറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴായിരിക്കും. ബെറ്റൻ റസലിനെ കുറിച്ച്, ഡോക്ടർ രാധാകൃഷ്ണനെ കുറിച്ച് ഒക്കെ അദ്ദേഹം സംസാരിക്കും. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറയുമ്പോൾ രവി അത് കൂട്ടിച്ചേർത്ത് വിപുലീകരിക്കുമായിരുന്നു. അതുപോലെ തന്നെ പുതിയ സാഹിത്യത്തെക്കുറിച്ച്. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ കട തുടങ്ങിയ പിന്നെ ആണ് ഭാസുരേന്ദ്ര ബാബു ആ കടയിൽ വന്നിരിക്കുമായിരുന്നു. ഈ അരുന്ധതി റോയിയുടെ ഈ പുസ്തകം ഇത്ര ഇതായി നമുക്ക് കിട്ടുന്നതിന് മുൻപ് അതിന്റെ ഫോട്ടോ കോപ്പി എനിക്ക് രവിയാണ് തന്നത്. അത് ഭാസുരേന്ദ്ര ബാബുവിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിന്റെ ഫോട്ടോ കോപ്പി എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായി വായിച്ചിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാമുക്കിന്റെ പുസ്തകങ്ങൾ എനിക്ക് രവിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു രവിയും ഞാനും തമ്മിലായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്. വിപ്ലവകാരിയായിരുന്ന സഖാവ് രവീന്ദ്രൻ കളരിക്കലിന്റെ ഓർമ്മകളിൽ ഞാനും പങ്കുചേരുകയാണ്. 1980-കളിലെ തിരുവല്ലായ്ക്കടുത്ത് പ്ലാന്ററായിരുന്ന ശ്രീ ചാക്കോച്ചന്റെ എസ്റ്റേറ്റിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയപ്പോഴാണ് ഞാൻ ശ്രീ രവീന്ദ്രന്റെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നീട് സഖാവ് ഭാസുരേന്ദ്ര ബാബുവിന്റെ അനുസ്മരണത്തിന് വേണ്ടിയുള്ള സംഘാടന യോഗങ്ങളിൽ രോഗശയ്യയിൽ ആയിരുന്നപ്പോഴും സഖാവ് രവീന്ദ്രൻ ഓൺലൈൻ മീറ്റിങ്ങുകളിൽ ധാരാളമായി പങ്കെടുക്കുമായിരുന്നു. എന്നാൽ സഖാവ് ഭാസുരേന്ദ്ര ബാബുവിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ അടിയന്തരാവസ്ഥക്കാലത്ത് സഖാവ് രവീന്ദ്രൻ അനുഭവിച്ച കൊടിയ യാതനകളും പീഡനങ്ങളും എഴുതിയത് വായിച്ചപ്പോൾ ശരിക്കും ഹൃദയം വിറങ്ങലിച്ചു പോയി. അത്രയേറെ യാതനാ നിർഭരമായ
അനുഭവങ്ങളിലൂടെ കടന്നുപോയ സഖാവ് രവീന്ദ്രൻ കളരിക്കൽ വളരെ പ്രസാദാത്മകമായ ഒരു വ്യക്തിത്വമായിരുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ എപ്പോഴും വളരെ ചിരിക്കുന്നൊരു മുഖത്തോടു കൂടി, ഒരുതരം നിർമ്മമതയോടുകൂടി എല്ലാം നമ്മളെ കാണുകയും ഈ സംഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയത് ഓർക്കുകയും ചെയ്യുന്നു. സഖാവിനെ നേരിട്ട് കാണുന്നതിനോ പരിചയപ്പെടുന്നതിനോ എനിക്ക് സാധിച്ചിരുന്നില്ല. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മകളിൽ അദ്ദേഹം ഗാഢമായിട്ട് സ്വാധീനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും എൻ്റെ മധുരാജ്ഞങ്ങൾ അർപ്പിക്കുന്നു. സഹൃദയ ഹോസ്പിറ്റലിന്റെ അതായത് വന്ന് ഹെൽത്ത് സെന്റർ ആയിരുന്നു അതിന്റെ പേര്. ഒരു വലിയ 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു സമരമുഖമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരുന്നത്. 2 നേഴ്സുമാരെ അവിടെ പറഞ്ഞു വിട്ടൊരു പ്രശ്നം, അവർക്ക് ഒരാൾക്ക് 130 രൂപ, ഒരാൾക്ക് 120 രൂപയുമാണ് അന്ന് ശമ്പളം കൊടുത്തത്. അപ്പൊ ഞങ്ങളോട് ഈ നേഴ്സുമാർ വന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സോമൻ നായിരുന്നു. അപ്പൊ ഞങ്ങൾ കേരള കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നു. സുഹൃത്ത് ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഞങ്ങളെ പിരിച്ചു വിട്ടു, ഗവൺമെന്റ് ഒരു മിനിമം വേജ് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്കിന് ഇത് ഇടവക ജനങ്ങൾ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പരിസരത്തുള്ള ആൾക്കാർ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. യൂണിയൻ ഒന്നും അത്ര കാര്യമാക്കി എടുത്തില്ല. അതുകൊണ്ടാണ് അതുങ്ങൾ പുറത്തിറങ്ങി പോകേണ്ടി വന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് സംസാരിച്ചിങ്ങനെ നിന്നപ്പോഴത്തേക്കിനും രവീന്ദ്രനെ കൊണ്ട് രവീന്ദ്രനുമായിട്ട് സംസാരിച്ചു. രവീന്ദ്രൻ പറഞ്ഞു നമുക്ക് ജനങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇതൊരു സമരമുഖത്തേക്ക് മാറി 2 മാസത്തോളം കിടന്ന് സമരം ചെയ്തു. വിജയകുമാറുണ്ട്, ലെനിനുണ്ട്, വാസുദേവേന്ദ്ര ബാബു ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. വളരെയേറെ സഹകരിച്ചവർ. അത് ഞാനും സോമനുമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇവർ പിന്നിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരിക. എന്നാലും അതൊരു വലിയ സംഭവമായിരുന്നു. പക്ഷെ പോലീസുകാരൊക്കെ ഞങ്ങളെ 2 പേരെ എപ്പോഴും പിടിച്ചുകൊണ്ട് പോകും. വൈകുന്നേരം കൊണ്ടുപോയിട്ട് വളരെ തന്നെ ചോദ്യം ചോദിച്ച് പറഞ്ഞു വിടും. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് പിടിവിട്ടുപോ, ഇവർ വേറെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്ന് DYSP ആയിരുന്നു, ഹാരിസ് സൈവർ ആയിരുന്നു ഇവിടെ DYSP ആയിട്ടിരുന്നത്. അദ്ദേഹമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവരെ ഇടയ്ക്ക് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഇവരുടെ സുഹൃത്ത് തന്നെ ആയിരുന്നു SI സോമനായിരുന്നു. രവീന്ദ്രനെയൊക്കെ അറിയാം, രവീന്ദ്രനായിട്ടൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അവരെ പിടിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഞാനിവിടെ കളക്ടറേക്ക് വക്കീലെന്ന ഒരു വക്കീലുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ വിടുതക്കത്തില്ല എന്ന് SI പറഞ്ഞു. നമ്മൾ പിടിച്ചുകൊണ്ട് നമ്മളൊരു സുഹൃത്തിനെ മാത്രം വിട്ടു ഇവരെ ജയിലിലാക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ഇവർ ആ സമയത്തൊക്കെ അനുഭവിച്ചിട്ടുള്ള. പക്ഷെ എങ്കിലും അവർ പിന്മാറിയില്ല. രവീന്ദ്രനൊക്കെ വളരെയേറെ സഹായം. എപ്പോൾ കണ്ടാലും സന്തോഷകരമായ ഒരു മുഖമാണ് പുള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സന്തോഷത്തോടു കൂടിയാണ് നമ്മളെ സ്വീകരിക്കുകയും നമ്മളോടുകൂടി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. അവർക്ക് വളരെ ആദർശം ഒക്കെ ഉള്ള അനുഭവമൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർ പുള്ളിയുടെ പ്രത്യയശാസ്ത്രത്തിലോ ആദർശത്തിലോ നമുക്ക് വിശ്വാസമൊന്നുമില്ല. നമ്മൾ ആ രീതിയിലേക്ക് പോകുന്നത് ഒരു സുഹൃത്ത്, നല്ലൊരു സുഹൃത്താണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. എന്ത് വേണമെങ്കിലും നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നീതിയായിരുന്നു അവരുടെ മാനിഫെസ്റ്റോ. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക, ഇതായിരുന്നു രവീന്ദ്രനൊക്കെ ഉണ്ടായിരുന്നത്. ഇവർക്കെല്ലാവർക്കും. എൻ്റെ ഒരു പൊതുപ്രവർത്തനത്തിനിടയിൽ വല്ലാതെ എന്നെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രവിചേട്ടൻ്റേത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ രവിചേട്ടനെ കുറിച്ച് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ ഒരു സാമൂഹ്യ പ്രവർത്തകനായ രവിചേട്ടനെ കുറിച്ച് എനിക്ക് ഏറെ അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സവിശേഷമായ സംഘടനാ പ്രവർത്തനങ്ങൾ, സംഘടനാ ശൈലി, അതിൻ്റെ ഒരു കൃത്യമായ ലക്ഷ്യബോധം, എന്നും നിരാലംബനായി പോയ അവസാന മനുഷ്യന് വേണ്ടി നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വീറും വാശിയുമൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പുഷ്പരാജൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ തൊഴിലാളിയുടെ അകാലത്തുള്ള നിര്യാണത്തിനെതിരെ, ഒരുപക്ഷെ അതൊരു ആത്മഹത്യയായിരുന്നില്ല, കൊലപാതകം തന്നെയായിരുന്നു. ആ കൊലപാതകത്തിന് കാരണക്കാരായ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രബലരായ ഈ സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രബലരായ വ്യക്തിത്വങ്ങളായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അവരെ നേരിടുന്നതിന് വേണ്ടിയിട്ട് രവിചേട്ടൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ജനകീയ പ്രസ്ഥാനമുണ്ട്. പുഷ്പരാജൻ്റെ മരണത്തെ അന്വേഷിക്കുവാൻ ഗവൺമെൻറ്റിൻ്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടി ആ സമരം വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ, സമരം ആലപ്പുഴയിൽ മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ വേണ്ടത്ര ജനകീയ ശ്രദ്ധ ആ സമരത്തിന് നേരെ ഉണ്ടാവുന്നില്ല. സ്വർണ്ണ തൊഴിലാളികൾക്കിടയിലും സ്വർണ്ണ വ്യാപാരികൾക്കിടയിലും മാത്രമായിട്ട് ആ സമരം ഒതുങ്ങിപ്പോകുന്നു എന്നൊരു സംശയം രവിചേട്ടനുണ്ടാവുകയും ആ സമരത്തെ ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ സമരമുറകളെ കുറിച്ച് അന്വേഷിക്കുകയും വളരെ സവിശേഷമായ ഒരു സമരമുറ രവിചേട്ടൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. നമുക്കൊരു കാര്യം ചെയ്യാം ജഗദീശ,
നമുക്ക് പ്രാർത്ഥനാ ജാഥയുമായി നടന്ന് ആദ്യം നമുക്ക് മുല്ലക്കലുള്ള വഴിയിൽ ഗണപതി ക്ഷേത്രത്തിൽ വന്ന് തേങ്ങയടിക്കണം. അത് കഴിഞ്ഞിട്ട് മസ്താൻ പള്ളിയിൽ പോയിട്ട് നമുക്ക് ചന്ദനത്തിരി കത്തിക്കണം. അതിനുശേഷം നമ്മുടെ പഴവങ്ങാടി പള്ളിയിൽ വന്ന് മണിയടിച്ച് പ്രാർത്ഥിക്കണം. അത്തരത്തിൽ ഒരു പ്രാർത്ഥനാ സമരത്തെക്കുറിച്ച് രവിചേട്ടൻ പറയുകയും വളരെ ആവേശത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ഒരുപക്ഷെ ആലപ്പുഴ നഗരം കണ്ടിട്ടുള്ള വളരെ സവിശേഷമായ ഒരു സമരരൂപമായി അത് മാറുകയും ആ സമരത്തെ വളരെയേറെ ജനകീയ ശ്രദ്ധ ഉണ്ടാക്കുകയും ആ സമരത്തെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അത്തരത്തിൽ അത് ഒരു സമരത്തെ എങ്ങനെയാണ് ജനാഭിമുഖമായി വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള രവിചേട്ടൻ്റെ സൂക്ഷ്മമായ അന്വേഷണങ്ങൾ, JSSന്റെ രൂപീകരണത്തിലാവട്ടെ, ഗാന്ധി സ്മാരകവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാവട്ടെ, സ്വർണ്ണ തൊഴിലാളികൾക്കിടയിലുള്ള പ്രവർത്തനമാവട്ടെ, സ്വർണ്ണ തൊഴിലാളികളെ ഒരു ഇടത്തട്ടുകാരിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുന്ന ഘട്ടത്തിലാവട്ടെ, ഒക്കെ വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനായ രവിചേട്ടൻ വളരെ ഭിന്നനായ, തികഞ്ഞ സ്നേഹധനനായ, സമർപ്പിക്കപ്പെട്ട മനസ്സുള്ള ഈ മനുഷ്യനോടൊപ്പം നിൽക്കുന്ന ഒരു യഥാർത്ഥ മനുഷ്യനായ ഒരു കമ്മ്യൂണിസ്റ്റ് മനുഷ്യനെയാണ് ഞാൻ രവിചേട്ടനിലൂടെ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും തൽക്കാലത്തേക്ക് പിരിയാൻ തീരുമാനിച്ചു. രവിക്ക് തിരുവല്ലയിൽ ചില ബന്ധുക്കളുണ്ട്. രവി അവിടേക്ക് പോകും. നിങ്ങളെ ആലപ്പുഴയിൽ വെച്ച് കാണാം, ബസ്സിൽ കയറരുത് എന്ന് രവി നിർദ്ദേശിച്ചു. ഞാൻ തിരുവല്ലയിൽ നിന്ന് നടന്ന് കോട്ടയത്തിനടുത്ത് കുറിച്ചി ഹോമിയോ കോളേജിൽ പഠിക്കുന്ന കലവൂരുകാരനായ ഒരു പരിചയക്കാരൻ്റെ അടുത്തേക്ക് പോയി. അയാളുടെ മുറിയിൽ എത്തിയതിനു ശേഷമാണ് എനിക്കൊരു ഉടുപ്പിടാൻ പറ്റിയത്. അതേവരെ അർദ്ധനഗ്നനായിരുന്നു നടപ്പ്. അവിടെ നിന്ന് ഞാൻ ആലപ്പുഴയിലേക്ക് പോയി. രവി ആലപ്പുഴയിലെത്തിയപ്പോൾ ഞങ്ങൾ കൂടി ആലോചിച്ചു. കൂടെ ആരുമില്ല. ഒളിവിലിരിക്കാനുള്ള സ്ഥലങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യുക? ഇവിടെ നിൽക്കാൻ കഴിയില്ല. മുൻപിൻ നോക്കാതെയുള്ള ആക്രമണമാണ് പോലീസിൻ്റേത്. അതിനാൽ നമുക്ക് ഇവിടം വിട്ട് തമിഴ്നാട്ടിലോ ബോംബെയിലോ മറ്റോ പോകാം. കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു വരാം എന്ന് ആലോചിച്ചു. അവിടങ്ങളിലൊക്കെ എനിക്ക് PF ബന്ധങ്ങളുണ്ട്. അതുപയോഗിച്ച് ഞങ്ങൾക്ക് അവിടെ ഏതെങ്കിലും പണി കണ്ടുപിടിച്ച് നിൽക്കാം. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. ആലപ്പുഴയിൽ നിന്ന് കുറച്ച് പണവും സമാഹരിച്ച് രവിയും എത്തി. ഞങ്ങൾ അവിടെ നിന്ന് കോട്ടയത്തേക്ക് യാത്രയായി. കുന്നന്താനത്ത് നിന്ന് പോന്നതിനു ശേഷവും 4-ാം ദിവസമായിരിക്കണം അത്. അവിടുത്തെ വിവരങ്ങൾ പിന്നീട് യാതൊന്നും അറിഞ്ഞിട്ടില്ല. കുന്നന്താനത്തെ വിവരങ്ങൾ അറിയുന്നതിനായി തിരുനക്കര ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ആൽത്തറയിൽ വെച്ച് അന്നേ ദിവസം 5-നും 6-നും ഇടയ്ക്ക് കാണാം എന്ന് കുന്നന്താനം ആക്ഷനിൽ പങ്കെടുത്ത അച്ഛൻ കുഞ്ഞിനെ ഏർപ്പാടാക്കിയിരുന്നു. കുന്നന്താനത്തെ അപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞതിനു ശേഷം തീരുമാനമുറപ്പിക്കാം എന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ 4 മണിയോടെ കോട്ടയത്തെത്തി. കുറച്ച് കറങ്ങി നടന്ന് 5 മണിയോടെ തിരുനക്കരയിലെത്തി. ആൽത്തറയുടെ നേരെ എതിർവശത്ത് ഒരു ചായക്കടയുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഇരുന്നാൽ ആൽത്തറയിൽ വരുന്നവരെ കാണാം. ഞങ്ങൾ ചായക്കടയിൽ കാത്തിരുന്നു. 5 മണിയായിട്ടും അച്ഛൻ കുഞ്ഞിനെ കണ്ടില്ല. ഞങ്ങൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. തിരുനക്കര മൈതാനം ചുറ്റി 2 വഴികളിലൂടെ അമ്പലത്തിലേക്ക് പോകാം. ഞങ്ങൾ ഒരുമിച്ച് പോയില്ല. ഒരാൾ ഒരു വഴിയിലൂടെയും മറ്റേയാൾ മറ്റേ വഴിയിലൂടെയും നടന്നു. അങ്ങനെ പോകുമ്പോൾ അസാധാരണ രീതിയിലുള്ള ആളുകൾ വഴിയിലുള്ളതായി എനിക്ക് തോന്നി. അവരുടെ നിൽപ്പും ദേഹഭാവവും സാധാരണക്കാരുടേതല്ലെന്ന് തോന്നി. ഞാനും രവിയും അമ്പലത്തിന് മുന്നിലെത്തി. അപ്പോൾ രവി പറഞ്ഞു, ഇവിടെ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്, നിൽക്കുന്നത് മുഴുവൻ പോലീസുകാരാണ് എന്ന്. ഞാൻ വന്ന വഴിയും അങ്ങനെ തന്നെയാണെന്ന് ഞാനും പറഞ്ഞു. താടിയും മീശയും വടിച്ച് വൃത്തിയിൽ ചന്ദനവും തൊട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ നക്സലൈറ്റ് സങ്കല്പത്തിലെ ശരീരമല്ല ഞങ്ങളുടേത്. അതുകൊണ്ടാവാം അവർ പെട്ടെന്ന് ഞങ്ങളെ തിരിച്ചറിയാതിരുന്നത്. ഞങ്ങൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലൂടെ താഴോട്ടിറങ്ങി റോഡിലെത്തി. അവിടെ അടുത്തൊരു ലോഡ്ജിൽ രവിയുടെ ഒരു പരിചയക്കാരൻ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ കയറി കുറച്ചു സമയം ചെലവഴിച്ചതിനു ശേഷം ഞങ്ങൾ വീണ്ടും അച്ഛൻ കുഞ്ഞിനെ കാണാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കി. ദൂരെ നിന്ന് തന്നെ ആൽത്തറയിൽ ആരുമില്ലെന്ന് കാണാൻ കഴിയുമായിരുന്നു. പോലീസ് ഞങ്ങളെ പിടിക്കാൻ തന്നെ വന്നവരായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു നക്സലൈറ്റിന് പറ്റിയ ലുക്കും ഞങ്ങൾക്കില്ല. അങ്ങോട്ട് കയറിപ്പോയപ്പോഴും അവർ പിടിക്കാതിരുന്നത് ഒരു നക്സലൈറ്റിന് ഇത്രയും മെലിഞ്ഞിരിക്കാൻ കഴിയുമോ, അവർക്കൊരു തടിയും മിടുക്കുമൊക്കെ ഉണ്ടാവില്ലേ എന്ന് അവർ ചിന്തിച്ചതിനാലാവാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെടുന്നതിൻ്റെ ഉന്മാദം ഞങ്ങൾക്കുണ്ടെങ്കിലും അതൊരു സുഖകരമായ ഉന്മാദമല്ല. സംഘം നഷ്ടപ്പെടുകയും അടുത്തു തന്നെ പിടിക്കപ്പെടുമെന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്ന സന്ദിഗ്ധമായൊരു അവസ്ഥ തന്നെയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്.
രവിചേട്ടൻ്റെ വളരെ ചെറുപ്പം കൗമാരകാലത്ത് കാവാലം നാരായണ പണിക്കരുടെ നാടക സംഘവുമായിട്ടുണ്ടായ ബന്ധം, പ്രത്യേകിച്ച് ദൈവത്താർ നാടകം, ആദ്യ നാടകം, കാവാലത്തിൻ്റെ ആദ്യ നാടക അവതരണം, പിന്നീട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ കുമാരവർമ്മ നാടകം ചെയ്യാനായിട്ട് വരുന്ന സന്ദർഭത്തിൽ ഒക്കെ രവിചേട്ടൻ അതിനൊപ്പം ഉണ്ടായിരുന്നു. വളരെ നവീനമായൊരു ദൃശ്യബോധം രവിചേട്ടന് ഈ ചിത്രകലാബോധത്തോടൊപ്പം പകർന്നു കിട്ടാൻ ഈ കാവാലത്തിൻ്റെ നാടക സംഘവുമായിട്ടുള്ള ബന്ധം കാരണമായിരിക്കാം. അതൊപ്പം തന്നെ ഉബൈസ് റഹ്മാൻ എന്ന് പറയുന്ന രവിചേട്ടൻ്റെ സുഹൃത്ത്, നെടുപടി വേണു, ഫാസില്, ഇവരുടെ ചങ്ങാത്തം, ഇതെല്ലാം വഴി ഈ മോഡേണിസത്തിൻ്റെ, അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന 70കളിലുണ്ടായിരുന്ന മോഡേണിസത്തിൻ്റെ ഈ സൗന്ദര്യാത്മകതയോട് ഒരു കടുത്ത പക്ഷപാതിത്വം രവിചേട്ടനുണ്ടായിരുന്നു. ഇത് ഞാൻ രവിചേട്ടനുമായിട്ടുള്ള സംഭാഷണ മധ്യേ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് രവിചേട്ടൻ്റെ ഈ മോഡേണിസത്തോടുള്ള അതിൻ്റെ സൗന്ദര്യാത്മകതയോടുള്ള പക്ഷപാതിത്വം. മറ്റൊന്ന്, രവിചേട്ടൻ്റെ അച്ഛൻ കളർകോടായിരുന്നു രവിചേട്ടൻ്റെ അച്ഛൻ്റെ പണിസ്ഥലം. അവിടെ അച്ഛൻ പണിയുന്ന സന്ദർഭത്തിൽ ജനാലയിലൂടെ ഈ വണ്ടികൾ ഓടുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ഈ ജനാലയിലൂടെ അച്ഛൻ പുറത്തേക്ക് നോക്കുമ്പം പുന്നപ്രവയലാറിലെ രക്തസാക്ഷികളുടെ ശവശരീരങ്ങൾ അടുക്കടുക്കായിട്ട് വണ്ടികളിലിട്ട് വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണത്. ഈ കാഴ്ച ഈ രവിചേട്ടനോടാണെങ്കിലും ഗോപിച്ചായനോടാണെങ്കിലും മക്കളോടൊക്കെ അപ്പൻ പറയുമായിരുന്നു. ഇത് രവിചേട്ടനിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രവിചേട്ടൻ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സമൂഹത്തിനിണങ്ങിയ ഒരു രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെതാണെന്നുള്ളൊരു ബോധം വളരെ ചെറുപ്പത്തിലെ ഈ ഒരു ധാരണ അപ്പനിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അവരൊന്നും പൊളിറ്റിക്കലായിട്ട് പ്രവർത്തകരൊന്നും അല്ലെങ്കിൽ പോലും. അപ്പം ഇങ്ങനെ കൗമാരത്തിലെ രവിചേട്ടൻ ഈ രണ്ട് ആഭിമുഖ്യങ്ങൾ, ഒന്ന് ഇടതുപക്ഷ ആഭിമുഖ്യവും മറ്റൊന്ന് ആധുനികമായ സാഹിത്യ കലാ സാംസ്കാരിക സങ്കല്പവും, ഇത് രണ്ടും കൂടെ ഇണങ്ങിയപ്പോഴാണ്, അതിൻ്റെ ഒരു സ്വാഭാവികത എന്ന വണ്ണമാണ് രവിചേട്ടൻ ഇടതുപക്ഷ തീവ്രവാദത്തിലേക്ക് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കടമറ്റ രാമകൃഷ്ണനോട് ഞാൻ ഒരിക്കല് എന്താണ് നക്സലൈറ്റുകളുടെ സ്വാധീനം അങ്ങയിൽ എന്ന് ചോദിച്ചപ്പോൾ കടമറ്റ പറഞ്ഞത്, നക്സലൈറ്റുകൾക്ക് ഒരു മോറൽ ഫോഴ്സ് ഉണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ, അതാണ് എന്നെ സ്വാധീനിച്ചത്. കടമറ്റ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ രവിചേട്ടനായിരുന്നു. ഞാൻ അനുഭവിച്ചറിഞ്ഞ രവിചേട്ടൻ ഈ മോറൽ ഫോഴ്സ് ആയിരുന്നു രവിചേട്ടൻ. ഈ ധാർമ്മികതയുടെ ഈ ശക്തിയായിരുന്നു രവിചേട്ടൻ്റെ കൈമുതൽ. പാർട്ടി വിട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് സംവാദം എന്ന് പറഞ്ഞൊരു മാഗസീൻ ഒരു 2 ലക്കം ഇറങ്ങുന്നുണ്ടായി. അത് അന്നത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒരു മാഗസീനായിട്ടാണ് ചെയ്തിരുന്നത്. അത് തന്നെയുമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിലെ യാന്ത്രികവാദത്തെ എതിർക്കുക എന്നുള്ളൊരു ലക്ഷ്യവും അതിനകത്തുണ്ടായിരുന്നു. ഭാസ്കരേന്ദ്ര ബാബു ആയിരുന്നു അതിന്റെ എഡിറ്റർ. അപ്പോൾ അതിന്റെ ആദ്യത്തെ ലക്കത്തിന്റെ മുഖചിത്രം വരച്ചത് രവിയായിരുന്നു. രവി അതിലൊരു കാർട്ടൂൺ രീതിയിലുള്ള ഒരെണ്ണമായിരുന്നത്. ഈ യാന്ത്രികവാദത്തെ എതിർക്കെന്ന് പറഞ്ഞില്ലേ, ഏതാണ്ട് അത് തന്നെയായിരുന്നു അതിന്റെ പ്രമേയവും. മാർക്സ് മുതൽ സ്റ്റാലിൻ വരെയുള്ളവരുടെ ചിത്രം ഉണ്ടായിരുന്ന ഫോർട്ട് റൂം പോലെയാണ് ഈ കൺസീവ് ചെയ്യുന്നത്. അത് ആ ഘട്ടത്തിലാണ് ഞാൻ രവിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അടുക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷമുള്ള ഒരു 10 വർഷക്കാലത്തോളം രവിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷനായിരുന്നു. അത് പല കാര്യങ്ങളിലുണ്ടായിരുന്നു. ഈ ആലപ്പുഴയിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമുണ്ട്, പൗരാവകാശ പ്രസ്ഥാനങ്ങളുണ്ട്, പിന്നെ തൊഴിലാളി സമരങ്ങളുടെ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെതായ കുറേ കാലത്ത് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായി. പിന്നീട് വീണ്ടും അത് പുനരാരംഭിക്കുന്നത് ഈ 2020, 2021 അന്നാണ് ഇന്ന് ഇത് കണ്ടക്ട് ചെയ്യുന്ന ട്രൂ ഡയലോഗ് ഡിബേറ്റ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് രവി. അതിങ്ങനെ തുടർന്ന് ശയ്യാവലംബനാവുന്ന ഘട്ടം വരെയും അദ്ദേഹം അതിനകത്ത് വളരെ സജീവമായിട്ട് തന്നെ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ആളാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ബാബുവിൻ്റെ പുസ്തകം ഇറങ്ങുന്നത്. പുസ്തകത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ആരെയൊക്കെയായിട്ട് തട്ടിച്ചു നോക്കിയാലും രവിയും ബാബുവും തമ്മിലുള്ള സുഹൃത്ബന്ധത്തിൻ്റെ അത്രയും അടുപ്പം രവിയുമായിട്ട് നമുക്ക് ആർക്കും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അതത്ര വളരെ ഗാഢമായ ഒരു ബന്ധമാണ്. അതിന് ഗാഠമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരു ഒറ്റ ഇതല്ല ഉള്ളത്. അതിന്
അത് വളരെ മൃദുവുമായിരുന്നു, അതേപോലെ തന്നെ മൂർച്ചയുള്ളതുമായിരുന്നു. അത് വളരെ ഗാഢവുമായിരുന്നു, അത് വളരെ നിശിതവുമായിരുന്നു. ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഐക്യവും ഉള്ള അത് നമ്മുടെ ഏത് ഇപ്പോൾ ഡിബേറ്റുകൾക്കകത്തൊക്കെ ആണെങ്കിൽ അത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഒരു കാര്യമാണ്. ബാബുവിൻ്റെ പുസ്തകത്തിനകത്ത് രവിയുടെ ക്യാരക്ടറിനെ സംബന്ധിച്ച പ്രത്യേകതകളെ സംബന്ധിക്കുന്ന ചില സൂചനകളൊക്കെ തരുന്നു. അതിനകത്ത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, മറ്റു പലരും അവരുടെ ഒത്തിരി പാളിപ്പോയ ആക്രമണങ്ങളുടെ ഒരു പട്ടികയുണ്ടല്ലോ, അതിനകത്ത് പലരും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പിന്നോക്കം പോകുമ്പോൾ അതിശയിപ്പിക്കുന്ന രീതിയിലും വേഗതയിലും ഒരടി മുന്നോട്ട് ചാടുന്ന ആളായിരുന്നു രവി എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് വേറൊരു ഘട്ടത്തിൽ ഈ കുന്നന്താനം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്താണ് ബോംബ് പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിക്കണം. കാര്യം അവർ മുന്നേ നോക്കിയിട്ട് പൊട്ടാത്ത ബോംബുകൾ ഉണ്ടായി. 2 ബോംബുകൾ എടുത്ത് മടിയിൽ വെച്ച് പോകുന്ന രവിയെടുത്ത് ബാബു ചോദിക്കുന്നതായിട്ടൊരു ഭാഗമുണ്ടായി. ഇതിങ്ങനെ കൊണ്ടുപോകുന്ന അപകടമല്ലേന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇതിവിടം വരെ എത്തിയില്ലേ ഇങ്ങനെ, അന്നേരം ഒന്നും പൊട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അതേ സംബന്ധിച്ചൊക്കെ ഞാൻ പിന്നീട് രവിയോട് ചോദിക്കാറുണ്ടായിരുന്നു, എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. സഞ്ചിക്കകത്ത് വലിയ തിരക്കുള്ള ബസ്സിനകത്തൊക്കെ ബോംബുകളുമായിട്ട് യാത്ര ചെയ്യുക, ഇതൊക്കെ വിപതി ധൈര്യമാണോ, എന്ത് ധൈര്യമാണ് എന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുന്നന്താനം അതിനകത്ത് വെടിവെക്കുന്നുണ്ടല്ലോ, രവിയാണ് വെടിവെക്കുന്നത്. വെടിവെച്ചത് അവിടുത്തെ എസ്റ്റേറ്റ് ഉടമയായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തോളിൽ കൂടെയാണ്. അതേക്കുറിച്ച് ഞാൻ രവിയോട് വീണ്ടും ഇതേപോലെ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രവി സ്വയം ഒരു അമ്പരപ്പോടു കൂടിയാണ് അതിനെ കണ്ടത്. പിൽക്കാലത്ത് ആ അമ്പരപ്പും ഞാനത് ചെയ്തല്ലോ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ നേർക്കാണല്ലോ ഞാൻ വെടിവെച്ചതെന്നൊക്കെ ഉള്ള ഒരു സ്വയം ലജ്ജയോടുകൂടിയ ഒരു അവസ്ഥയും രവിക്കുണ്ട്. ഈ ട്രൂ ഡയലോഗിന്റെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ട്രൂ ഡയലോഗിന്റെ മീറ്റിങ്ങുകൾക്കകത്ത് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് രവി അങ്ങ് അവതരിക്കുകയാണ് ചെയ്യുക. രവി അങ്ങ് അവതരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം സൈലന്റ് ആയിരിക്കുന്ന ആളായിരിക്കും, ഒന്നിലും ഇടപെടില്ല. പെട്ടെന്ന് കയറിയിട്ട് ഒരു ഗർലയെ മാതിരി വന്ന് അറ്റാക്ക് ചെയ്യും. ഇത് പലപ്പോഴും ബാബുവും രവിയും തമ്മിലൊക്കെ തന്നെ പലപ്പോഴും വലിയ നേർക്കുനേരുള്ള പോരാട്ടം നടക്കുന്നത് മാതിരിയൊക്കെ നമുക്ക് ചില ചർച്ചകളിൽ തോന്നും. ഒരു തരം അകൽച്ചയും കാണാൻ കഴിയും. ആ സിദ്ധാന്തത്തിൽ ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അന്ന് വൈകുന്നേരം രാത്രിയിൽ ബാബു രവിയെ വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായ ചർച്ചകൾ നടന്നതിന് ശേഷം. എന്നിട്ട് പഴയ എന്തെങ്കിലും, ഈ വിഷയമൊന്നും സംസാരിക്കില്ല, പഴയ എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് ബാബുവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ വളിപ്പടിച്ച് കുറച്ച് സമയം ചെലവാക്കിയിട്ട് രാത്രി കിടന്നുറങ്ങാം. ഇല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. അതാണ് എൻ്റെ വസ്തുത. അപ്പം നമുക്ക് തോന്നും ബാബു എന്തോ ഒരു ഡിപ്ലോമസി കാണിക്കുന്ന. ബാബു എല്ലാവരോടും അങ്ങനത്തെ ഡിപ്ലോമസി ഒന്നും കാണിക്കില്ല, ഒരിക്കലും കാണിക്കുന്ന ആള്. അപ്പോൾ അത് അവർ തമ്മിലുള്ള ആ ഒരു എന്താണ് ഇതിൻ്റെ ഒരു കെമിസ്ട്രി എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അപ്പോൾ അത്തരത്തിലുള്ള 4 പേരാണ് ഞങ്ങൾക്ക് ഈ ഡിബേറ്റിംഗ് ഫോറത്തിൽ വളരെ വളരെ പെട്ടെന്ന് പ്രതിഭാശാലികളായ 4 പേരെയാണ് നഷ്ടപ്പെട്ടത്. ഒന്ന് അവിടുത്തെ PK ശശി, രണ്ടാമത് ബാലേന്ദ്രൻ, വാസുദേന്ദ്ര ബാബു, രവി, ഇവരൊക്കെ പോയപ്പോഴത്തേക്ക് ഈ ഡിബേറ്റിംഗ് ഫോറത്തിന്റെ ക്യാരക്ടറും നിറവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് മാതിരി തോന്നുന്നു. അത് അത്തരത്തിലുള്ള ഒരു വലിയ നഷ്ടം അതിനകത്തുണ്ട്. ഇപ്പം നമുക്ക് പറയാം, ഒരാളുടെ ജീവിതം എടുത്തിട്ട് ആ ജീവിതം നമുക്ക് ആഘോഷിക്കാൻ കഴിയും. അതിൻ്റെ നന്മകൾ ഓർത്ത് നമുക്കത് ആ ജീവിതത്തെ ആഘോഷിക്കാം. അപ്പം മരണത്തെ നമ്മൾ അങ്ങനെ കാണാം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരാളുണ്ടാക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു വിടവുണ്ടല്ലോ, അതിനെ ഖേദത്തോടു കൂടി മാത്രമേ നമുക്ക് അനുസ്മരിക്കാൻ കഴിയൂ എന്ന് എനിക്ക് തോന്നുന്നു. ട്രൂ ഡയലോഗ് ഡിബേറ്റിംഗ് ഫോറത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ ഓരോ കഥകൾ കേട്ടിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലാണ്. എൻ്റെ ഓർമ്മയിലുള്ള അച്ഛൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു. എന്നെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും എന്നെ അച്ഛനെ സ്കൂട്ടറിൽ വെച്ചിട്ട് എപ്പോഴും എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കാനും എല്ലാ ഞാൻ ലിജു ആണ്, എൻ്റെ പേര് ലിജു ആണ്, മരുമകനാണ്. എനിക്ക് ഈ അച്ഛൻ്റെ ഈ ഒരു അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. ഒരു മരുമകൻ, എനിക്ക് അച്ഛനായിട്ടുള്ള ബന്ധം അങ്ങനെയല്ലായിരുന്നു. ഒരു ഫാദർ ഇൻ ലോ എൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു കണക്ഷനായിരുന്നു അച്ഛൻ. ഞങ്ങൾ തമ്മിലുള്ള സംസാരവും ഒരു എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു.
എല്ലാവർക്കും നന്ദി ഇങ്ങനെ ഒരു അവസരം തന്നു. വേറെ ഒന്നുമില്ല. പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വാക്കുകളൊന്നുമില്ല. അച്ഛനെ അത്രത്തോളം ഓർമ്മിക്കാനുണ്ട്. എല്ലാവർക്കും നന്ദി. എപ്പോഴും ഈ അപ്പുറത്തെ മുറിയിൽ അച്ഛനുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉള്ളത്. എപ്പോഴും ആ ഒരു ഒരു വോയിഡ് എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത് അറിയില്ല. അത്രമാത്രം ഒരു വലിയ ഒരു ശൂന്യതയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അച്ഛൻ്റെ പൂർവ്വകാലം എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ വഴി എനിക്ക് ഇപ്പോഴാണ് പലതും വ്യക്തമായിട്ട് വരുന്നത്. പലതും അച്ഛൻ അങ്ങനെ കൃത്യമായി പറയാറില്ലായിരുന്നു. ഒരേ സമയം വളരെ കാർക്കശിക്കാരനും ഹൃദയാലുവായിട്ടുള്ള സമയം വളരെ നിഷേധിയും അതേസമയം ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെയധികം സമർപ്പണ ബോധമുള്ള, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അച്ഛൻ ചില കാര്യങ്ങളിൽ ഓരോ സമയത്തും ഡെഡിക്കേറ്റഡ് ആവും. ചില ഏതെങ്കിലും ഒരു എന്താണ് പ്രോഗ്രാമിനകത്ത് അത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഫുൾ ടൈം അതിന് വേണ്ടിയിട്ട് എഴുതുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്യും. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു അച്ഛന്, എനിക്ക് കലാപരമായിട്ട് ഉള്ള ഒരു അച്ഛൻ, വളരെ എസ്തറ്റിക്കലായിട്ടുള്ള ഡിസൈൻ ചെയ്യുന്ന ഒരു അച്ഛൻ, ചില കാര്യങ്ങളിനകത്ത് ഏറ്റവും നവീനമായിട്ടുള്ള എന്താണ് ഭാവുകത്വത്തിനെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റി ഉള്ള ഒരു അച്ഛൻ, ഏറ്റവും പുതിയ ലിറ്ററേച്ചർ വായിക്കാൻ ആഗ്രഹിക്കും. ഞാൻ എപ്പോഴും എന്തെങ്കിലും പുതിയ ബുക്കുകൾ വാങ്ങുമ്പോൾ എപ്പോഴും അച്ഛനും അധികം കൊണ്ട് കുന്തേര മരിച്ചപ്പോൾ കുന്തേരയുടെ കുറെ ബുക്കുകൾ വായിച്ചു. അപ്പൊ ഇങ്ങനെ വളരെ ലിറ്ററേച്ചറോട് വളരെയധികം കോൺഷ്യസ് ആയിരുന്ന ഒരാളാണ്. അതുപോലെ സിനിമകളാണെങ്കിലും പറഞ്ഞ പോപ്പുലർ അല്ലാത്ത സിനിമകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ തന്നെ വളരെയധികം ആസ്വദിച്ചിരുന്ന ഒരാളാണ്. അത് പോപ്പുലർ സിനിമയാണെങ്കിൽ പോലും അതിനകത്ത് ചില സമയത്ത് വളരെ ഇമോഷണലായിട്ട് കരയുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെ ഞാനുമായിട്ട് വളരെയധികം ഒരുപാട് തരം തർക്കങ്ങളും ഫിലോസഫിക്കലായിട്ടുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഈ പറയുന്ന ലെഫ്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ച്, അതുപോലെ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ കാര്യം പറയുമ്പോൾ ഒക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ചർച്ചകളും വിരുദ്ധ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനൊരു നിഹിലിസ്റ്റ് ആയിട്ട് മാറിയതുപോലെയാണ്. എനിക്കത്തിലും ഒരു അർത്ഥം ഇല്ലായ്മയും ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഒക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തതെന്നാണ് തോന്നുന്നത്. കാരണം ഈ പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ ഒക്കെ ഒരു വലിയ വളർച്ചയും അതിൽ നിന്ന് നമുക്ക് മോചനമില്ല എന്നുള്ള, അത് സാധാരണ ജനങ്ങളെല്ലാം അതിനകത്ത് വീണുപോയിരിക്കുന്നു എന്നുള്ളതും ഒക്കെ അച്ഛൻ മനസ്സിലാക്കുകയും പിന്നീട് ഈ രാഷ്ട്രീയം തന്നെ നോക്കാതെ ഒരു തരം വാർത്തയും ശ്രദ്ധിക്കാതെ വിഡ്രോ ചെയ്യുന്ന ഒരു അച്ഛനെയാണ്. അച്ഛന് ഒരു ഈ ഡെത്തിനോടൊരു ഫിയർ ഇല്ലാത്തൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത് രോഗശൈലിയിലായിരിക്കുമ്പോൾ മാത്രമല്ല, ഏത് കാര്യത്തിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഈ ഡെത്ത് ഡ്രൈവ് എന്ന് പറയുന്ന ഫ്രോയിഡിന്റെ അതിനകത്ത് പറയുന്ന പോലെ ഡെത്ത് ഡ്രൈവ് ഭയങ്കര ഇതാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇതുണ്ടല്ലോ. അത് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു നെക്സ്ലേറ്റ് ആയിരിക്കുന്ന സമയത്ത് ജീവൻ വെടിയാൻ പോലും നമ്മൾ തയ്യാറായിരിക്കുന്ന സമയത്താണ് നമ്മൾ അത് ഒരു മരണം ഒരു പ്രശ്നമല്ല. അപ്പൊ അതിന്റെ ഈ പ്രശ്നം നമ്മൾ ഇതിനകത്തും കണ്ടിരുന്നു. ചികിത്സാ സമയത്തും അച്ഛന് ഞാൻ എപ്പോഴും പറയും, അച്ഛ സൂക്ഷിക്കണം, കുറച്ച് നടക്കാനൊക്കെ ശ്രമിക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞു കൂടിപ്പ് കഴിഞ്ഞ് ചത്തുപോകും എന്നുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് അച്ഛൻ പറയും. അച്ഛന് ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ആയി, വളരെ രോഗശയ്യയിലായി. എനിക്ക് പലപ്പോഴും ഡിപ്രസ്ഡ് ആയതുപോലെ തന്നെയാണ്. നമുക്കത് എന്താ പറയാ, അച്ഛന്റെ ഫേസിലല്ലേ അത് കാണാമായിരുന്നു. അപ്പൊ അത് സംഭവിച്ചതിൽ സത്യത്തിൽ ഒരുപാട് വേദന ഉണ്ടെങ്കിലും അച്ഛനെ രക്ഷിക്കാൻ മരണത്തിന് സാധിക്കുമായിരുന്നുള്ളൂ. വളരെ അവസാനമൊക്കെ ഇപ്പം മരണം വളരെയധികം എന്താണ്, മരണത്തിനെ പുൽകാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഇത് വേദന കൊണ്ട്, ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് തന്നെ മരണമാണ് കുറെ കൂടി അച്ഛനെ ഒരു സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതിന് ശ്രമിച്ച ഒരാൾ. വളരെ എന്താണ്, ആ ശൂന്യത ഒരിക്കലും ഒരു വലിയ ഡെപ്ത് ഉള്ളൊരു ഹൃദയമുള്ളൊരു ആളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. രവി നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളിലും നമുക്കറിയാത്ത കാലത്തിലും തീക്ഷ്ണമായൊരു ജീവിതം ജീവിച്ചു തീർത്തയാളാണ്. എന്നിട്ട് രവി നേരിട്ട് എൻ്റെ സംഘാടകനായിരുന്നില്ല. സംസ്ഥാന കമ്മിറ്റി തൃശ്ശൂർ ഏരിയയിലാണ് വരുന്നത്, ഞാൻ ആലപ്പുഴയിൽ. ഞങ്ങളൊക്കെ പാർട്ടി വിട്ട് പോയ ശേഷം
രവി കട നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ തിരിച്ച് രവിയായിട്ടൊക്കെ ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും. അതിലൊക്കെ ശരിക്കും കറ പുരളാത്ത, കൈയിൽ എണ്ണ പുരട്ടി കറ പുരളാതെ ചക്ക ചൂണ്ടെടുക്കുന്ന പോലെ ജീവിതത്തിൽ സാധാരണ ജനങ്ങളോടൊപ്പം ജീവിക്കുകയും എന്നാൽ സാമൂഹികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ ശരിയായ തീക്ഷ്ണമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ള രവിയെക്കുറിച്ച് അധികമൊന്നും പറയാനില്ല. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കിട്ട വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്